പശ്ചിമബംഗാളിലെ ഏത് നഗരമാണ് പേപ്പർ വ്യവസായത്തിന് പ്രസിദ്ധം? ടിറ്റാഗഡ്. പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടിറ്റാഗഡ് അതിന്റെ പേപ്പർ മില്ലുകൾക്ക് പേരുകേട്ടതാണ്. ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള ഈ പ്രദേശം വ്യവസായ വികസനത്തിന് അനുയോജ്യമായ ഒരു സ്ഥാനമാണ്. ഇന്ത്യയുടെ പേപ്പർ വ്യവസായത്തിൽ ഇതിനൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. മഹാരാഷ്ട്രയിലെ ഏത് സ്ഥലമാണ് ആണവോർജ്ജ ഗവേഷണത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം? ട്രോംബെ. മുംബൈയിലെ ട്രോംബെയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ BARC ഇന്ത്യയുടെ ആണവോർജ്ജ ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും നെടുംതൂണാണ്. ഡോക്ടർ ഹോമി ജെ. ഭാഭ സ്ഥാപിച്ച ഈ സ്ഥാപനം രാജ്യത്തിന്റെ ആണവശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖ നഗരം ഏതാണ്? തൂത്തുക്കുടി. മുമ്പ് തൂത്തുക്കുടി എന്നറിയപ്പെട്ടു. തൂത്തുക്കുടി മുമ്പ് തൂത്തുക്കുടി തമിഴ്നാട്ടിലെ ഒരു പ്രധാന തുറമുഖ നഗരവും വ്യാവസായിക കേന്ദ്രവുമാണ്. ഇത് പേൽ സിറ്റി എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള ഈ തുറമുഖം അന്താരാഷ്ട്ര വ്യാപാരത്തിലും ചരക്ക് കൈമാറ്റത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മധ്യപ്രദേശിലെ ഏത് നഗരമാണ് ഹിന്ദു തീർത്ഥാടന കേന്ദ്രവും കുംഭമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നതും? ഉജ്ജയിൻ. മധ്യപ്രദേശിലെ ഉജ്ജയിൻ ഒരു പുരാതന നഗരവും ഹിന്ദുമതത്തിലെ 7 പുണ്യനഗരങ്ങളിൽ ഒന്നുമാണ്. ഇത് മഹാകാലേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിനും കുംഭമേളയ്ക്കും പ്രസിദ്ധമാണ്. ക്ഷിപ്ര നദിയുടെ തീരത്തുള്ള ഈ നഗരത്തിന് വലിയ മതപരവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട്. ഉത്തർപ്രദേശിലെ ഏത് നഗരമാണ് ഹിന്ദു തീർത്ഥാടന കേന്ദ്രവും ബനാറസി സാരികൾക്ക് പ്രശസ്തവും? വാരണാസി. വാരണാസി കാശി എന്നും ബനാറസ് എന്നും അറിയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ ഒരു പുരാതന നഗരവും ഹിന്ദുമതത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നുമാണ്. ഇത് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ബനാറസി സിൽക്ക് സാരികൾക്കും അതിന്റെ ആത്മീയ പ്രാധാന്യത്തിനും ഈ നഗരം ലോകമെമ്പാടും പ്രശസ്തമാണ്. ആന്ധ്രാപ്രദേശിലെ ഏത് നഗരമാണ് കപ്പൽ നിർമ്മാണ വ്യവസായത്തിന് പേരുകേട്ടത്? വിശാഖപട്ടണം. വിശാഖപട്ടണം വൈസാഗ് എന്നും അറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാന തുറമുഖ നഗരവും വ്യവസായ കേന്ദ്രവുമാണ്. ഇത് കിഴക്കൻ തീരത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ കപ്പൽ നിർമ്മാണ വ്യവസായത്തിന് ഇത് ഒരു പ്രധാന കേന്ദ്രമാണ്. തെലങ്കാനയിലെ ഏത് നഗരമാണ് പരവതാനികൾക്ക് പ്രസിദ്ധം? വാറങ്കൽ. വാറങ്കൽ തെലങ്കാനയിലെ ഒരു പ്രധാന നഗരമാണ്. അതിന്റെ മനോഹരമായ പരവതാനികൾക്കും ദാരികൾക്കും കൈത്തറി പരവതാനികൾ പ്രസിദ്ധമാണ്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ഭൗമശാസ്ത്രപരമായ സൂചിക ഗി പദവി ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രദേശത്തിന്റെ തനതായ കരകൗശല പാരമ്പര്യത്തെയും സാംസ്കാരിക പൈതൃകത്തെയും അടയാളപ്പെടുത്തുന്നു. സവാർ സിങ്ക് ഖനികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. സവാർ സിങ്ക് ഖനികൾ രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിങ്ക് ഉത്പാദന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. രാജ്യത്തിന്റെ വ്യാവസായിക ആവശ്യങ്ങൾക്കും കയറ്റുമതിക്കും ഈ ഖനികൾ വലിയ സംഭാവന നൽകുന്നു. ഡൽഹി സ്ഥാപിച്ചത് ആര്? തോമര രാജാക്കന്മാർ. തൻവർ രജപുത്ര ഭരണാധികാരി. ഡൽഹി നഗരം സ്ഥാപിച്ചതിൽ തോമര രജപുത്ര ഭരണാധികാരികളായ അനങ്പാൽ തോമരയെയാണ് പരമ്പരാഗതമായി കണക്കാക്കുന്നത്. AD 8-ാം നൂറ്റാണ്ടിൽ ലാൽകോട്ട് എന്ന പേരിൽ അവർ ഇവിടെ ഒരു കോട്ട പണിതു. ഇത് പിന്നീട് ഡൽഹിയുടെ അടിത്തറയായി മാറി. അജ്മീർ സ്ഥാപിച്ചത് ആര്? അജയരാജ് സിംഗ് ചൗഹാൻ. അജ്മീർ നഗരം സ്ഥാപിച്ചത് ചൗഹാൻ രാജവംശത്തിലെ രാജാവായ അജയരാജ് സിംഗ് ചൗഹാൻ ആണെന്ന് കരുതപ്പെടുന്നു. 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഈ നഗരം പിന്നീട് രജപുത്രരുടെ ഒരു പ്രധാന ശക്തികേന്ദ്രമായി മാറി. ജോൺപൂർ സ്ഥാപിച്ചത് ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനായിരുന്ന ഫിറോസ് ഷാ തുഗ്ലക്ക് 14-ാം നൂറ്റാണ്ടിൽ തന്റെ കസിൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഓർമ്മയ്ക്കായി ജോൺപൂർ നഗരം സ്ഥാപിച്ചു. പിന്നീട് ഷാർഗി രാജവംശത്തിന്റെ കീഴിൽ ജോൺപൂർ ഒരു പ്രധാന സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നു. ആഗ്ര സ്ഥാപിച്ചത് ആര്? സിക്കന്ദർ ലോധി. ലോധി രാജവംശത്തിലെ സുൽത്താനായിരുന്ന സിക്കന്ദർ ലോധിയാണ് 1504-ൽ ആഗ്ര നഗരം സ്ഥാപിച്ചത്. യമുന നദിയുടെ തീരത്തുള്ള ഈ നഗരം പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറി. കൂടാതെ താജ്മഹൽ ഉൾപ്പെടെ നിരവധി ചരിത്ര സ്മാരകങ്ങൾക്ക് പേരുകേട്ടതാണ്.
ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ആര്? മുഗൾ ചക്രവർത്തി അക്ബർ. മുഗൾ ചക്രവർത്തി അക്ബറാണ് ഫത്തേപൂർ സിക്രി നഗരം സ്ഥാപിച്ചത്. 1571 നിർമ്മാണം ആരംഭിച്ച ഈ നഗരം അക്ബറിന്റെ തലസ്ഥാനമായി കുറച്ചുകാലം പ്രവർത്തിച്ചു. പിന്നീട് ജലക്ഷാമം കാരണം ഉപേക്ഷിക്കപ്പെട്ടു. കൊൽക്കത്തയുടെ സ്ഥാപകനായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നത് ആര്? ജോബ് ചാർണോക്ക്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായ ജോബ് ചാർണോക്കിനെയാണ് കൊൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകനായി പരമ്പരാഗതമായി കണക്കാക്കുന്നത്. 1690 സുതനൂട്ടിയിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചതാണ് കൊൽക്കത്തയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഭോപ്പാൽ സ്ഥാപിച്ചത് ആര്? ദോസ്ത് മുഹമ്മദ് ഖാൻ. ഭോപ്പാൽ നഗരം സ്ഥാപിച്ചത് 18-ാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യത്തിലെ ഒരു അഫ്ഗാൻ സൈനികനും പിന്നീട് ഭോപ്പാൽ നവാബുമായ ദോസ്ത് മുഹമ്മദ് ഖാനാണ്. ഭോപ്പാൽ രാജ്യത്തിന്റെ തലസ്ഥാനമായി അദ്ദേഹം ഈ നഗരം സ്ഥാപിച്ചു. ജയ്പൂർ സ്ഥാപിച്ചത് ആര്? സവായ് ജയ് സിംഗ് II. ജയ്പൂർ നഗരം സ്ഥാപിച്ചത് അംബറിലെ മഹാരാജാവായിരുന്ന സവായ് ജയ് സിംഗ് II ആണ്. 1727 അദ്ദേഹം ആധുനിക രീതിയിൽ ഈ നഗരം നിർമ്മിച്ചത്. ഇത് പിന്നീട് രാജസ്ഥാനിലെ ഒരു പ്രധാന സാംസ്കാരിക, വാണിജ്യ കേന്ദ്രമായി മാറി. ഹൈദരാബാദ് സ്ഥാപിച്ചത് ആര്? മുഹമ്മദ് കുലി കുതുബ് ഷാ. മുഹമ്മദ് കുലി കുതുബ് ഷാ ഗോൽക്കൊണ്ടയിലെ കുതുബ് ഷാഹി രാജവംശത്തിലെ 5ാമത്തെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം 1591 ഹൈദരാബാദ് നഗരം സ്ഥാപിക്കുകയും ചരിത്രപ്രസിദ്ധമായ ചാർമിനാർ നിർമ്മിക്കുകയും ചെയ്തു. അമൃത്സർ സ്ഥാപിച്ചത് ആര്? ഗുരു രാംദാസ്. സിഖ് മതത്തിലെ 4ാമത്തെ ഗുരുവായ ഗുരു രാംദാസ് ആണ് അമൃത്സർ നഗരം സ്ഥാപിച്ചത്. അദ്ദേഹം രാംദാസ്പൂർ എന്ന പേരിൽ ഒരു പട്ടണം നിർമ്മിക്കുകയും പിന്നീട് അത് അമൃത്സർ എന്ന് അറിയപ്പെടുകയും ചെയ്തു. നാഗ്പൂർ സ്ഥാപിച്ചത് ആര്? ബക്ത ബുലന്ദ് ഷാ ഗോണ്ട് രാജാവ്. നാഗ്പൂർ നഗരം സ്ഥാപിച്ചത് ഗോണ്ട് രാജവംശത്തിലെ ബക്ത ബുലന്ദ് ഷായാണ്. 18-ാം നൂറ്റാണ്ടിൽ നാഗ്പൂർ നഗരം ആധുനിക രീതിയിൽ വികസിപ്പിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ചാന്ദ് സുൽത്താനാണ്. ചണ്ഡീഗഡിന്റെ മുഖ്യ ശില്പി ആരായിരുന്നു? ലെ കോർബ്യൂസിയർ. ഫ്രഞ്ച് സ്വിസ് വാസ്തുശില്പിയായ ലെ കോർബ്യൂസിയർ ആണ് ആധുനിക ചണ്ഡീഗഡ് നഗരത്തിന്റെ പ്രധാന രൂപകൽപ്പന നടത്തിയത്. ആസൂത്രിത നഗരമായ ചണ്ഡീഗഡ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട നഗരാസൂത്രണ പദ്ധതികളിൽ ഒന്നാണ്. ആധുനിക ഭുവനേശ്വറിന്റെ മുഖ്യ ശില്പി ആരായിരുന്നു? ഓട്ടോ കോണിക്സ്ബർഗർ. ജർമ്മൻ വാസ്തുശില്പിയായ ഓട്ടോ കോണിക്സ്ബർഗർ ആണ് ആധുനിക ഭുവനേശ്വർ നഗരം രൂപകൽപ്പന ചെയ്തത്. 1946 ഒഡീഷയുടെ തലസ്ഥാനമായി ഇത് വിഭാവനം ചെയ്യപ്പെട്ടു. ക്ഷേത്രനഗരം എന്നും ഭുവനേശ്വർ അറിയപ്പെടുന്നു. പാടലീപുത്ര സ്ഥാപിച്ചത് ആര്? അജാതശത്രു അഥവാ ഉദയൻ. മഗധ രാജാവായ അജാതശത്രു ഗംഗാനദിയുടെ തീരത്ത് ഒരു കോട്ട കെട്ടുകയും അത് പിന്നീട് പാടലീപുത്ര നഗരമായി വികസിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഉദയൻ ഇത് തന്റെ തലസ്ഥാനമാക്കി മാറ്റിയതായും ചരിത്രകാരന്മാർ പറയുന്നു. ബംഗളൂരു ബാംഗ്ലൂർ സ്ഥാപിച്ചത് ആര്? കെമ്പെ ഗൌഡ ആയ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു ഫ്യൂഡൽ ഭരണാധികാരിയായിരുന്ന കെമ്പെ ഗൌഡ ആയാണ് ബംഗളൂരു നഗരം സ്ഥാപിച്ചത്. 1537 അദ്ദേഹം ഒരു മൺകോട്ടയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും നിർമ്മിച്ചു. ഇത് ആധുനിക ബംഗളൂരുവിന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. കുച്ചിപ്പുടി എന്ന ക്ലാസിക്കൽ നൃത്തരൂപവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിന്റെ തനതായ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ്. ഭരതനാട്യത്തിന് സമാനമായ നൃത്തനാട്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഭാഗവതമേള എന്ന നൃത്തനാടക പാരമ്പര്യത്തിൽ നിന്നാണ് കുച്ചിപ്പുടി രൂപം കൊണ്ടത്. കോലട്ടും എന്ന നാടോടി നൃത്തം പ്രധാനമായും ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് അവതരിപ്പിക്കപ്പെടുന്നത്? ആന്ധ്രാപ്രദേശ്. കോലട്ടും ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും ഒരു ജനപ്രിയ നാടോടി നൃത്തമാണ്. ഈ നൃത്തത്തിൽ നർത്തകർ വടികൾ ഉപയോഗിച്ച് താളത്തിൽ പരസ്പരം അടിക്കുന്നു. സാധാരണയായി ഉത്സവങ്ങളിലും പ്രത്യേക ചടങ്ങുകളിലും ഇത് അവതരിപ്പിക്കാറുണ്ട്. മുഖംമൂടി ധരിച്ചുള്ള നാടോടി നൃത്തമായ ബാർഡോ ചാം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന സാംസ്കാരിക പ്രകടനമാണ്? അരുണാചൽ പ്രദേശ്.
ബാർഡോ ചാം അരുണാചൽ പ്രദേശിലെ ഷെർഡുഗ്ബെ ഗോത്രവർഗക്കാരുടെ ഒരു പ്രധാനപ്പെട്ട മുഖംമൂടി നൃത്തമാണ്. ദുഷ്ടശക്തികളെ അകറ്റാനും നല്ല വിളവെടുപ്പിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. ഊർജ്ജസ്വലമായ ബിഹു നൃത്തം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക സ്വത്വത്തിന്റെ പര്യായമാണ്? അസം. ബിഹു നൃത്തം അസം സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാടോടി നൃത്തമാണ്. വിളവെടുപ്പ് കാലത്ത് ആഘോഷിക്കുന്ന 3 ബിഹു ഉത്സവങ്ങളോടനുബന്ധിച്ചാണ് ഇത് സാധാരണയായി അവതരിപ്പിക്കുന്നത്. അസമിലെ ജനങ്ങളുടെ സന്തോഷവും ഐക്യവും ഇത് പ്രതിഫലിപ്പിക്കുന്നു. തേയിലത്തോട്ടങ്ങളിലെ സമൂഹങ്ങളുടെ പരമ്പരാഗത നൃത്തമായ ഝുമർ നാച്ച് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ തദ്ദേശീയ നൃത്തമാണ്? അസം. അസമിലെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് ആദിവാസി അല്ലെങ്കിൽ ബാഗാനിയ സമൂഹങ്ങളുടെ ഒരു പ്രധാന നാടോടി നൃത്തമാണ് ഝുമർ നാച്ച്. വിളവെടുപ്പ് കാലത്തും മറ്റ് ആഘോഷങ്ങളിലും ഇത് അവതരിപ്പിക്കപ്പെടുന്നു. ഇത് അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഐക്യം പ്രകടമാക്കുന്നു. ബട്ടർഫ്ലൈ ഡാൻസ് എന്നറിയപ്പെടുന്ന മനോഹരമായ ബാഗുരുമ്പ ഏത് സംസ്ഥാനത്തെ ബോഡോ സമുദായത്തിന്റെ ഒരു പ്രധാന നാടോടി നൃത്തമാണ്? അസം. അസമിലെ ബോഡോ സമുദായത്തിന്റെ ഒരു പ്രമുഖ നാടോടി നൃത്തമാണ് ബാഗുരുമ്പ. ബട്ടർഫ്ലൈ ഡാൻസ് എന്നും ഇത് അറിയപ്പെടുന്നു, കാരണം നൃത്തചലനങ്ങൾ ചിത്രശലഭങ്ങളുടെ ചലനങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ഇത് വിഷു ഉത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കാറുണ്ട്. അലിഐ ലിഗാങ് എന്ന കാർഷികോത്സവവും അതുമായി ബന്ധപ്പെട്ട നാടോടി നൃത്തവും ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ മിസിംഗ് ഗോത്രവർഗത്തിന്റേതാണ്? അസം. അലിഐ ലിഗാങ് അസമിലെ മിസിംഗ് ഗോത്രവർഗക്കാരുടെ ഒരു പ്രധാന കാർഷികോത്സവമാണ്. ഇത് വിളവെടുപ്പ് കാലത്ത് ആഘോഷിക്കുകയും സമൃദ്ധമായ വിളവിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക നാടോടി നൃത്തങ്ങളും പാട്ടുകളും അവതരിപ്പിക്കാറുണ്ട്. കഥപുത്ലി എന്ന നാടോടി നൃത്തവുമായി ബന്ധപ്പെട്ട സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. കഥപുത്ലി, കത്പുത്ലി രാജസ്ഥാന്റെ ഒരു പരമ്പരാഗത പാവകളി രൂപമാണ്. ഇത് വെറും നൃത്തമല്ല, മറിച്ച് പാവകളെ ഉപയോഗിച്ചുള്ള ഒരു നാടകാവതരണമാണ്. രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിലെ തുമ്പാത്ത് സമൂഹമാണ് ഇത് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. ബാക്കോ എന്നറിയപ്പെടുന്ന നാടോടി നൃത്തം പരമ്പരാഗതമായി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് അവതരിപ്പിക്കപ്പെടുന്നത്? ബീഹാർ. ബാക്കോ അല്ലെങ്കിൽ ബാക്കോലി ബീഹാറിലെ ഒരു പരമ്പരാഗത നാടോടി നൃത്തമാണ്. ഇത് സാധാരണയായി വിളവെടുപ്പ് കാലത്തും മറ്റ് പ്രാദേശിക ആഘോഷങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്നു. ഗ്രാമീണ ജീവിതത്തിലെ സന്തോഷങ്ങളും ഐക്യവും ഇത് പ്രതിഫലിപ്പിക്കുന്നു. സ്ത്രീകൾ തലയിൽ മൺകലങ്ങൾ വെച്ച് ബാലൻസ് ചെയ്യുന്ന ഒരു ആചാരപരമായ നാടോടി നൃത്തമായ ജിജിയ ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബീഹാർ. ബീഹാറിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആചാരപരമായ നാടോടി നൃത്തമാണ് ജിജിയ. ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനും നല്ല വിളവ് ലഭിക്കുന്നതിനും വേണ്ടിയാണ് സ്ത്രീകൾ തലയിൽ വിളക്കുകൾ വെച്ച മൺകലങ്ങൾ താങ്ങി ഈ നൃത്തം ചെയ്യുന്നത്. ശക്തിയുടെയും ഭക്തിയുടെയും പ്രതീകമാണിത്. പല ഗോത്രവർഗ സമൂഹങ്ങളും അവതരിപ്പിക്കുന്ന കർമ്മനൃത്തം ഏത് സംസ്ഥാനത്തെ ഒരു പ്രധാന നാടോടി നൃത്തമാണ്? ബീഹാർ. കർമ്മനൃത്തം ബീഹാറിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും നിരവധി ആദിവാസി സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ഒറാവോൺ, ബിൽ, ഗോണ്ട് തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന ഒരു പ്രധാന നാടോടി നൃത്തമാണ്. പ്രകൃതിയെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആചാരപരമായ നൃത്തമാണിത്. ജാട്ട് ജാഡിനി എന്നു പേരുള്ള ജാട്ടിന്റെയും ജാട്നിയുടെയും പ്രണയകഥയെ ചിത്രീകരിക്കുന്ന നാടോടി നൃത്തം ഏത് സംസ്ഥാനത്താണ് പ്രചാരത്തിലുള്ളത്? ബീഹാർ. ബീഹാറിലെ മിഥിലാഞ്ചൽ പ്രദേശത്ത് പ്രചാരത്തിലുള്ള ഒരു പ്രശസ്തമായ നാടോടി നൃത്തമാണ് ജാട്ട് ജാഡിനി. ഇത് ജാട്ട്, ജാഡിനി എന്നീ ദമ്പതികളുടെ പ്രണയകഥയെയും അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ വെല്ലുവിളികളെയും ചിത്രീകരിക്കുന്നു. പ്രധാനമായും സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു നൃത്തമാണിത്. രാംഗേലിയ എന്ന പരമ്പരാഗത നാടോടി നാടകവും നൃത്തരൂപവും ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീഹാർ. രാംഗേലിയ ബീഹാറിന്റെ ഒരു പരമ്പരാഗത നാടോടി നാടകവും നൃത്തരൂപവുമാണ്. സാധാരണയായി ഉത്സവങ്ങളിലും പ്രത്യേക ചടങ്ങുകളിലും ഇത് അവതരിപ്പിക്കാറുണ്ട്. ഇതിൽ പാട്ടും നൃത്തവും സംഭാഷണവും ഒരുമിച്ച് ചേർന്നുള്ള ഒരു കലാരൂപമാണിത്. കർമ്മ, മുണ്ട എന്നീ ഗോത്രനൃത്ത രൂപങ്ങൾ പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അവതരിപ്പിക്കപ്പെടുന്നത്? ജാർഖണ്ഡ്. കർമ്മ, മുണ്ട എന്നീ നൃത്തരൂപങ്ങൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ പ്രചാരത്തിലുള്ളതാണ്.
വിളവെടുപ്പ് ഉത്സവങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും ഈ നൃത്തങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇത് അവരുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണ്. സത്നാമി സമുദായത്തിന്റെ ആത്മീയ നാടോടി നൃത്തമായ പാന്തി ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഛത്തീസ്ഗഡ്. പാന്തി നൃത്തം ഛത്തീസ്ഗഡിലെ സത്നാമി സമുദായത്തിന്റെ ഒരു പ്രധാന ആത്മീയ ആവിഷ്കാരമാണ്. ഗുരു ഘാസിദാസിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സമാധാനം, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ നൃത്തം ഉപയോഗിക്കുന്നു. യാദവ സമുദായത്തിന്റെ പരമ്പരാഗത നാടോടി നൃത്തമായ റൌട്ട് നാച്ച പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അവതരിപ്പിക്കപ്പെടുന്നത്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ യാദവ സമുദായത്തിന്റെ ഒരു വീരോചിതമായ നാടോടി നൃത്തമാണ് റൌട്ട് നാച്ച. ഇത് പ്രധാനമായും ദേവ ഉദാനി ഏകാദശി നാളിൽ അവതരിപ്പിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണൻ ഗോവർദ്ധൻ പർവ്വതം ഉയർത്തിയതിനെ അനുസ്മരിക്കുന്നതാണ് ഈ നൃത്തം. കാട്ടുപോത്തിന്റെ കൊമ്പുകൾ കൊണ്ടുള്ള ശിരോവസ്ത്രത്തിന് പേരുകേട്ട ഗൗർമരിയ നൃത്തം ഏത് സംസ്ഥാനത്തെ പ്രധാന ഗോത്രനൃത്തമാണ്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ താമസിക്കുന്ന മരിയ ഗോത്രവിഭാഗക്കാരുടെ ഒരു ഊർജ്ജസ്വലമായ നൃത്തമാണ് ഗൗർമരിയ. വിവാഹം, ഉത്സവങ്ങൾ തുടങ്ങിയ ആഘോഷവേളകളിൽ പുരുഷന്മാർ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ കൊണ്ടുള്ള ശിരോവസ്ത്രം ധരിച്ച് ഈ നൃത്തം അവതരിപ്പിക്കുന്നു. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന ദശാവതാര എന്ന പരമ്പരാഗത നാടോടി നൃത്ത നാടകരൂപം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ഗോവ. ഗോവയിലെയും മഹാരാഷ്ട്രയിലെയും തീരപ്രദേശങ്ങളിൽ ദശാവതാര വളരെ പ്രചാരമുള്ള ഒരു നാടോടി കലാരൂപമാണ്. ഇത് വിഷ്ണുവിന്റെ 10 അവതാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുരാണ കഥകൾ നൃത്തത്തിലൂടെയും സംഭാഷണത്തിലൂടെയും അവതരിപ്പിക്കുന്നു. ഇന്ത്യൻ, പാശ്ചാത്യ ശൈലികൾ സമന്വയിപ്പിക്കുന്ന അർദ്ധ ക്ലാസിക്കൽ ഗോവൻ നൃത്തമായ ദേഗിനി ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ്? ഗോവ. ദേഗിനി ഗോവയിലെ ഒരു തനത് നൃത്തരൂപമാണ്. ഈ നൃത്തം ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിന്റെയും പാശ്ചാത്യ കാർണിവൽ നൃത്തങ്ങളുടെയും ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. സാധാരണയായി ഇത് കർഷക സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തെ ചിത്രീകരിക്കുന്നു. സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന ദലോ എന്ന പ്രശസ്തമായ നാടോടി നൃത്തം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഗോവ. ഗോവയിലെ ഏറ്റവും വലിയ നാടോടി നൃത്തങ്ങളിലൊന്നാണ് ദലോ. ഇത് പ്രധാനമായും സ്ത്രീകൾ അവതരിപ്പിക്കുന്നു. സാധാരണയായി കൊയ്ത്തുത്സവങ്ങളിലും മറ്റ് സാമൂഹിക ആഘോഷങ്ങളിലും രാത്രികാലങ്ങളിൽ ഈ നൃത്തം അവതരിപ്പിക്കാറുണ്ട്. ഇടയ സമൂഹം അവതരിപ്പിക്കുന്ന ധൻഗർ നൃത്തം ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നാടോടി നൃത്തമാണ്? ഗോവ. ഗോവയിലെ ഇടയ സമൂഹമായ ധൻഗറുകൾ അവതരിപ്പിക്കുന്ന ഒരു ഊർജ്ജസ്വലമായ നൃത്തമാണ് ധൻഗർ നൃത്തം. ഈ നൃത്തം തങ്ങളുടെ ദൈവമായ ബിരാപ്പയുടെ അനുഗ്രഹം തേടാനും കന്നുകാലികളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നു. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന വേഗതയേറിയതും വൃത്താകൃതിയിലുള്ളതുമായ ഫുഗ്ഡി എന്ന നാടോടി നൃത്തം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് പ്രചാരത്തിലുള്ളത്? ഗോവ. ഗോവയിലെയും മഹാരാഷ്ട്രയിലെയും കൊങ്കൺ മേഖലകളിൽ പ്രചാരത്തിലുള്ള ഒരു പരമ്പരാഗത നാടോടി നൃത്തമാണ് ഫുഗ്ഡി. ഗണേശ ചതുർത്ഥി, വ്രതങ്ങൾ എന്നിവ പോലുള്ള ആഘോഷവേളകളിൽ സ്ത്രീകൾ ഇത് അവതരിപ്പിക്കുന്നു. നവരാത്രികാലത്ത് അവതരിപ്പിക്കുന്ന ഒരു ഭക്തിപരമായ നാടോടി നൃത്തമായ ഗർഭ ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗത നൃത്തമാണ്? ഗുജറാത്ത്. ഗുജറാത്തിന്റെ തനതായതും ഏറ്റവും പ്രശസ്തമായതുമായ നൃത്തരൂപമാണ് ഗർഭ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 9 രാത്രികളിൽ ഈ നൃത്തം അവതരിപ്പിക്കുന്നു. ദുർഗാദേവിയെ ആരാധിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. താളാത്മകമായ കോൽക്കളിക്ക് പേരുകേട്ട ദാണ്ടിയ റാസ് പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നാടൻ നൃത്തമാണ്? ഗുജറാത്ത്. ദാണ്ടിയ റാസ് ഗുജറാത്തിലെ ഏറ്റവും പ്രശസ്തമായ നാടൻ നൃത്തങ്ങളിൽ ഒന്നാണ്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സ്ത്രീകളും പുരുഷന്മാരും നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കോലുകൾ ഉപയോഗിച്ച് താളത്തിൽ കളിക്കുന്ന ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക അടയാളമാണ്. തടി ബ്ലോക്കുള്ള ഒരു വടി ഉപയോഗിച്ച് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന തിപ്പണി നൃത്തം ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിലെ തൊഴിലാളി സ്ത്രീകളാണ് പ്രധാനമായും തിപ്പണി നൃത്തം അവതരിപ്പിക്കുന്നത്. തറയിൽ അടിക്കാൻ ഉപയോഗിക്കുന്ന തിപ്പണി എന്ന പേരുള്ള തടി ബ്ലോക്കുള്ള വടി ഉപയോഗിച്ചാണ് ഈ നൃത്തം ചെയ്യുന്നത്. സാവധാനത്തിലും മനോഹരമായും അവതരിപ്പിക്കുന്ന ഒരു സംഘനൃത്തമായ കിന്നൌരി നാടി
ഏത് ഹിമാലയൻ സംസ്ഥാനത്തിന്റെ പരമ്പരാഗത നാടൻ നൃത്തമാണ്? ഹിമാചൽ പ്രദേശ്. കിന്നൌരി നാഡി ഹിമാചൽ പ്രദേശിലെ കിന്നൌർ താഴ്വരയുടെ തനതായ ഒരു നൃത്തരൂപമാണ്. ആഘോഷവേളകളിലും ഉത്സവങ്ങളിലും ഗ്രാമീണർ ഒരുമിച്ച് കൈകോർത്ത് താളാത്മകമായി ഈ നൃത്തം അവതരിപ്പിക്കുന്നു. ഒരു ആചാരപരമായ നൃത്തമായ നാംജൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശ്. നാംജൻ നൃത്തം ഹിമാചൽ പ്രദേശിലെ ലാഹൌൽ സ്പിതി താഴ്വരയിലെ ജനങ്ങൾക്കിടയിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ആചാര നൃത്തമാണ്. പ്രധാനമായും ബുദ്ധമത ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും ഇത് അവതരിപ്പിക്കാറുണ്ട്. ഒരു ജനപ്രിയ നാടോടി നാടകവും നൃത്തരൂപവുമായ സാങ് ഏതു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പ്രധാന സാംസ്കാരിക ആവിഷ്കാരമാണ്? ഹരിയാന. സാങ് ഹരിയാനയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒരു പ്രധാന നാടോടി കലാരൂപമാണ്. ഇതിൽ ഗാനം, സംഭാഷണം, നൃത്തം, അനുകരണം എന്നിവ സംയോജിപ്പിച്ച് ആയ കഥകളും പ്രാദേശിക ഇതിഹാസങ്ങളും അവതരിപ്പിക്കുന്നു. കൃഷ്ണന്റെ ജീവിതത്തിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഭക്തിപരമായ നൃത്തനാടകമായ രാസലീല പരമ്പരാഗതമായി ഏത് സംസ്ഥാനത്താണ് അവതരിപ്പിക്കുന്നത്? ഹരിയാന. രാസലീല കൃഷ്ണന്റെ ബാല്യകാല ലീലകളും രാധയുമായുള്ള ബന്ധവും ചിത്രീകരിക്കുന്ന ഒരു നൃത്തനാടകമാണ്. ഹരിയാനയിലും ഉത്തർപ്രദേശിലെ മധുര, വൃന്ദാവൻ എന്നിവിടങ്ങളിലും മണിപ്പൂരിലും അസമിലും ഇത് പ്രധാനപ്പെട്ട ഒരു ഭക്തിപരമായ കലാരൂപമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീകൾ മനോഹരമായി ആടുന്നതിലൂടെ വേർതിരിക്കപ്പെടുന്ന ജൂമർ നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗത നാടൻ നൃത്തമാണ്? ഹരിയാന. ജൂമർ നൃത്തം ഹരിയാനയിലെ ഒരു പ്രമുഖ നാടൻ നൃത്തരൂപമാണ്. ഇത് സാധാരണയായി ഉത്സവങ്ങളിലും വിവാഹങ്ങളിലും മറ്റ് ആഘോഷവേളകളിലും സ്ത്രീകൾ അവതരിപ്പിക്കുന്നു. പഞ്ചാബിലെ ജുമർ നൃത്തത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹരിയാനയിലെ ജുമർ സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന നൃത്തമാണ്. സർപ്പദൈവമായ ഗുഗ്ഗ പീറിന് സമർപ്പിച്ചിരിക്കുന്ന ഗുഗ്ഗ നൃത്തം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അവതരിപ്പിക്കുന്നത്? ഹരിയാന. ഗുഗ്ഗ നൃത്തം ഹരിയാനയിലെയും രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിലെയും ചില ഭാഗങ്ങളിൽ സർപ്പദൈവമായ ഗുഗ്ഗ പീറിനെ സ്തുതിച്ച് അവതരിപ്പിക്കുന്ന ഒരു ആചാരപരമായ നൃത്തമാണ്. ഗുഗ്ഗ നവോമി ഉത്സവത്തോട് അനുബന്ധിച്ച് ഇത് സാധാരണയായി നടക്കാറുണ്ട്. സാധാരണയായി വിവാഹവേളകളിൽ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കോറിയ നൃത്തം ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗത നാടൻ നൃത്തമാണ്? ഹരിയാന. കോറിയ നൃത്തം ഹരിയാനയിലെ വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നാടൻ നൃത്തമാണ്. പുരുഷന്മാർ വിവാഹഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കളിയായും തമാശരൂപേണയും ഈ നൃത്തം അവതരിപ്പിക്കുന്നു. നൃത്തം, സംഗീതം, സംഭാഷണം എന്നിവ സംയോജിപ്പിച്ച പരമ്പരാഗത നാടൻ നാടകരൂപമായ യക്ഷഗാനം ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തുനിന്നാണ് ഉത്ഭവിക്കുന്നത്? കർണാടക. യക്ഷഗാനം കർണാടകയിലെ ഒരു പ്രമുഖ നാടൻ കലാരൂപമാണ്. പുരാണ കഥകൾ, ഇതിഹാസങ്ങൾ, പുരാതന ചരിത്രങ്ങൾ എന്നിവയിലെ കഥാപാത്രങ്ങളെ ആകർഷകമായ വേഷവിധാനങ്ങളോടും ഉജ്ജ്വലമായ അഭിനയത്തോടും നൃത്തത്തോടും കൂടി അവതരിപ്പിക്കുന്ന ഇത് തീരദേശ കർണാടകയുടെ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമാണ്. തുറന്ന ആകാശത്തിനു കീഴിൽ അവതരിപ്പിക്കുന്ന ഒരു നാടൻ നാടകരൂപമായ ബയാല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ പരമ്പരാഗത കലാരൂപമാണ്? കർണാടക. ബയാല എന്നത് കർണാടകയിലെ ഒരു പ്രധാന പരമ്പരാഗത നാടൻ നാടകരൂപമാണ്. ഇത് തുറന്ന സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്നു. പ്രാദേശിക കഥകളും ഐതിഹ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ കലാരൂപം ആ സംസ്ഥാനത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. പുരുഷന്മാർ അവതരിപ്പിക്കുന്ന ഊർജ്ജസ്വലമായ ഒരു താളവാദ്യ നൃത്തമായ ഡോള്ളു കുനിത ഏത് സംസ്ഥാനത്തിലെ പ്രശസ്തമായ നാടൻ നൃത്തമാണ്? കർണാടക. ഡോള്ളു കുനിത കർണാടകയിലെ ഒരു പ്രധാന നാടൻ നൃത്തമാണ്. പ്രധാനമായും പുരുഷന്മാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. വലിയ ഡ്രമ്മുകൾ ഉപയോഗിച്ചുള്ള താളാത്മകമായ ചലനങ്ങളാണ് ഇതിന്റെ പ്രധാന ആകർഷണം. ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഊർജ്ജസ്വലമായ ഒരു വീരോചിത നൃത്തമായ വീരഗാസെ നൃത്തം ഏത് സംസ്ഥാനത്തിലെ പ്രശസ്തമായ നാടൻ കലയാണ്? കർണാടക. കർണാടകയിലെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപമാണ് വീരഗാസെ. ഇത് ശിവഭഗവാന് സമർപ്പിക്കപ്പെട്ട ഒരു വീരോചിത നൃത്തമാണ്. പ്രധാനമായും ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് അവതരിപ്പിക്കുന്നത്. പ്രാദേശിക ദേവതകൾക്ക് നന്ദി പറയാനും അനുഗ്രഹം തേടാനും അവതരിപ്പിക്കുന്ന കുട നൃത്തം ഏത് പ്രദേശത്തിലെ പരമ്പരാഗത നാടൻ നൃത്തമാണ്?
ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ഒരു പരമ്പരാഗത നാടൻ നൃത്തമാണ് കുഡ്. പ്രാദേശിക ദേവതകൾക്ക് നന്ദി പറയാനും അവരുടെ അനുഗ്രഹങ്ങൾ തേടാനുമായി ഇത് അവതരിപ്പിക്കുന്നു. ഗ്രാമീണ ഉത്സവങ്ങളുടെ ഭാഗമായി ഈ നൃത്തം സംഘടിപ്പിക്കാറുണ്ട്. വറ്റൽ ഗോത്രവർഗക്കാർ അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന നൃത്തമായ ദുംഹാൽ ഏത് പ്രദേശത്താണ് നിലവിലുള്ളത്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ വറ്റൽ ഗോത്രവർഗക്കാരുടെ ഒരു പ്രധാന അനുഷ്ഠാന നൃത്തമാണ് ദുംഹാൽ. ഇത് പ്രത്യേക അവസരങ്ങളിലും ആഘോഷങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്നു. നീണ്ട വർണ്ണാഭമായ വസ്ത്രങ്ങളും ഉയരമുള്ള കോണാകൃതിയിലുള്ള തൊപ്പികളും ഇതിന്റെ സവിശേഷതയാണ്. ചാഞ്ചാടുന്ന ചലനങ്ങളാൽ സവിശേഷമായ മനോഹരമായ ഒരു ക്ലാസിക്കൽ നൃത്തമായ മോഹിനിയാട്ടം ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ്? കേരളം. കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനി എന്ന പദത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. ലാസ്യഭാവങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഈ നൃത്തം സ്ത്രീകളാണ് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. അതിമനോഹരമായ മേക്കപ്പും വേഷവിധാനങ്ങൾക്കും പേരുകേട്ട വളരെ ശൈലീബദ്ധമായ ഒരു ക്ലാസിക്കൽ നൃത്തനാടകമായ കഥകളി ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? കേരളം. കേരളത്തിന്റെ പ്രശസ്തമായ ക്ലാസിക്കൽ കലാരൂപമാണ് കഥകളി. ഇത് നൃത്തം, സംഗീതം, അഭിനയം എന്നിവ സമന്വയിക്കുന്ന ഒരു ദൃശ്യവിരുന്നാണ്. കഥകളിയുടെ വേഷങ്ങൾ, ചമയങ്ങൾ, മുദ്രകൾ എന്നിവയെല്ലാം വളരെ സവിശേഷമാണ്. വർണ്ണാഭമായ വസ്ത്രങ്ങളും മുഖംമൂടികളും ഉൾപ്പെടുന്ന ഒരു പുണ്യപരമായ അനുഷ്ഠാന കലാരൂപമായ തിറയാട്ടം ഏത് സംസ്ഥാനത്താണ് അവതരിപ്പിക്കപ്പെടുന്നത്? കേരളം. കേരളത്തിലെ മലബാർ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പുരാതന അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. പ്രധാനമായും കാവുകളിലും ക്ഷേത്രങ്ങളിലും ദേവതാപ്രീതിക്കായി ഇത് നടത്തപ്പെടുന്നു. വർണ്ണാഭമായ വേഷങ്ങളും മുഖംമൂടികളും വാദ്യമേളങ്ങളും ഇതിന്റെ പ്രത്യേകതകളാണ്. അവതാരകർ ദേവതകളെ ഉൾക്കൊള്ളുന്ന ഒരു പുരാതന അനുഷ്ഠാന നാടൻ കലാരൂപമായ തെയ്യം ഏത് സംസ്ഥാനത്താണ് പ്രമുഖമായുള്ളത്? കേരളം. കേരളത്തിന്റെ തനതായ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. വടക്കൻ കേരളത്തിൽ ഇത് വളരെ പ്രചാരത്തിലുണ്ട്. തെയ്യം കെട്ടിയാടുന്ന വ്യക്തിയെ ദൈവമായി കണക്കാക്കുന്നു. ഭക്തർക്ക് അനുഗ്രഹം നൽകാനും പ്രവചനങ്ങൾ നടത്താനും തെയ്യത്തിന് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ഒറ്റയാൾ ഹാസ്യ നൃത്തരൂപമായ ഓട്ടൻതുള്ളൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ പരമ്പരാഗത പ്രകടന കലാരൂപമാണ്? കേരളം. കേരളത്തിന്റെ തനതായ ഒരു കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. കുഞ്ചൻ നമ്പ്യാർ ഇതിന് രൂപം നൽകി. ലളിതമായ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാമൂഹിക വിമർശനം ഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നു എന്നതാണ് ഓട്ടൻതുള്ളലിന്റെ പ്രത്യേകത. യുനെസ്കോ മനുഷ്യരാശിയുടെ വാമൊഴി, അദൃശ്യ പൈതൃകങ്ങളുടെ മാസ്റ്റർ പീസായി അംഗീകരിച്ച കൂടിയാട്ടം ഏത് സംസ്ഥാനത്തെ ഒരു പുരാതന ക്ലാസിക്കൽ തിയേറ്റർ രൂപമാണ്? കേരളം. കൂടിയാട്ടം കേരളത്തിലെ ഒരു പുരാതന സംസ്കൃത നാടകരൂപമാണ്. യുനെസ്കോ 2008 ഇതിനെ മനുഷ്യരാശിയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതിനിധി പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ്. മാപ്പിള സമുദായം അവതരിപ്പിക്കുന്ന സംഘനൃത്തമായ ദഫ്മുട്ട് അഥവാ അരവണമുട്ട് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഉത്ഭവിച്ചത്? കേരളം. ദഫ്മുട്ട് അഥവാ അരവണമുട്ട് കേരളത്തിലെ മാപ്പിള സമൂഹത്തിന്റെ തനതായ ഒരു സംഘനൃത്ത രൂപമാണ്. ദഫ് എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് താളമിട്ട് പാട്ടുകൾ പാടി നൃത്തം ചെയ്യുന്നു. ഇത് പ്രധാനമായും വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും അവതരിപ്പിക്കപ്പെടുന്നു. വിവാഹാവസരങ്ങളിൽ വധുവിനുവേണ്ടി അവതരിപ്പിക്കുന്ന സംഘനൃത്തമായ ഒപ്പന ഏത് സംസ്ഥാനത്തെ ഒരു പരമ്പരാഗത കലാരൂപമാണ്? കേരളം. ഒപ്പന കേരളത്തിലെ മാപ്പിള സമൂഹത്തിന്റെ ഒരു പ്രധാന വിവാഹാനുബന്ധ കലാരൂപമാണ്. വധുവിനെ ചുറ്റിനിന്ന് പാട്ടുകൾ പാടിയും താളമിട്ടും ഈ നൃത്തം അവതരിപ്പിക്കുന്നു. ഇത് വധുവിന്റെ സൗന്ദര്യത്തെയും ദാമ്പത്യ ജീവിതത്തെയും വാഴ്ത്തുന്ന ഒന്നാണ്. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന പരമ്പരാഗത നൃത്തമായ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നും അറിയപ്പെടുന്നു. ഏത് സംസ്ഥാനത്താണ് പ്രധാനമായിട്ടുള്ളത്? കേരളം. കൈകൊട്ടിക്കളി അഥവാ തിരുവാതിരക്കളി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാന കലാരൂപമാണ്. ഇത് പ്രധാനമായും തിരുവാതിര ദിനത്തിൽ സ്ത്രീകൾ അവതരിപ്പിക്കുന്നു. ശിവപാർവതിമാരെ പ്രീതിപ്പെടുത്തുന്നതിനും ദീർഘായുസ്സിനും വേണ്ടിയാണ് ഈ നൃത്തം ചെയ്യുന്നത്. സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പുരാതന അനുഷ്ഠാന സംഘനൃത്തമായ മാർഗംകളി ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ തനത് കലാരൂപമാണ്? കേരളം.
മാർഗ്ഗംകളി കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു പുരാതന കലാരൂപമാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ സെന്റ് തോമസിന്റെ ജീവിതത്തിലെ 12 പ്രധാന സംഭവങ്ങളെയാണ് ഇതിലെ ഗാനങ്ങൾ വർണ്ണിക്കുന്നത്. പരമ്പരാഗതമായി പുരുഷന്മാരാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. വിഗ്രഹം വഹിച്ചുകൊണ്ട് നമ്പൂതിരി ബ്രാഹ്മണർ അവതരിപ്പിക്കുന്ന തിടമ്പ് നൃത്തം എന്ന പുണ്യനൃത്തം ഏത് സംസ്ഥാനത്തിനു മാത്രമുള്ളതാണ്? കേരളം. തിടമ്പ് നൃത്തം കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണർ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ തലയിലേന്തി അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന നൃത്തമാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്താനും ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷവുമാണ് ഇത് പ്രധാനമായും നടത്തുന്നത്. ഏകാംഗ ആഖ്യാന കലാരൂപമായ ചാക്യാർകൂത്ത് ഏത് സംസ്ഥാനത്തെ പുരാതന പരമ്പരാഗത കലാരൂപമാണ്? കേരളം. ചാക്യാർകൂത്ത് കേരളത്തിലെ പുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രകലയാണ്. ചാക്യാർ എന്ന കലാകാരൻ സംസ്കൃത നാടകങ്ങളിലെ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുകയും സമകാലിക വിഷയങ്ങളെ നർമ്മബോധത്തോടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. യൂറോപ്യൻ ഓപ്പറയും പരമ്പരാഗത നൃത്തവും സമന്വയിപ്പിച്ച ക്രിസ്ത്യൻ നാടക കലാരൂപമായ ചവിട്ടുനാടകം ഏത് സംസ്ഥാനത്താണ് ഉത്ഭവിച്ചത്? കേരളം. ചവിട്ടുനാടകം കേരളത്തിലെ ലാറ്റിൻ ക്രൈസ്തവരുടെ തനതായ ഒരു കലാരൂപമാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ട ഈ കലാരൂപം സംഗീതവും നൃത്തവും സംഭാഷണവും ഒരുപോലെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നു. ശരീരത്തിൽ ചെറിയ കൈത്താളം കെട്ടി സ്ത്രീകൾ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന നാടോടി നൃത്തമായ തേരാദലി ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ്? മധ്യപ്രദേശ്. തേരാദലി മധ്യപ്രദേശിലെ കാമർ സമുദായത്തിലെ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന നൃത്തമാണ്. ശരീരത്തിൽ കെട്ടിയ കൈത്താളങ്ങൾ പ്രത്യേക താളത്തിൽ വായിക്കുകയും മറ്റ് അംഗചലനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും രാംദേവ് ബാബയുടെ ബഹുമാനാർത്ഥം അവതരിപ്പിക്കപ്പെടുന്നു. ഒളിമ്പിക് പതാകയിൽ എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഒളിമ്പിക് ചിഹ്നത്തിലെ 5 നിറങ്ങളിലുള്ള പരസ്പരം കോർത്ത വളയങ്ങൾ. ഒളിമ്പിക് പതാകയിൽ 5 നിറങ്ങളിലുള്ള പരസ്പരം കോർത്ത വളയങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ലോകത്തിലെ 5 പ്രധാന ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇത് കായികത്തിലൂടെയുള്ള മാനവരാശിയുടെ ഐക്യത്തെയും സൗഹൃദത്തെയും സൂചിപ്പിക്കുന്നു. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേരുന്നു എന്ന സന്ദേശം ഇത് നൽകുന്നു. ഒളിമ്പിക് പതാകയിലെ 5 പരസ്പരം കോർത്ത വളയങ്ങൾ എന്തിനെയാണ് പ്രതീകപ്പെടുത്തുന്നത്? 5 ഭൂഖണ്ഡങ്ങൾക്കിടയിലെ നീതിയുക്തവും സ്വതന്ത്രവുമായ മത്സരം. ഒളിമ്പിക് പതാകയിലെ 5 പരസ്പരം കോർത്ത വളയങ്ങൾ ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങൾക്കിടയിലെ നീതിയുക്തവും സ്വതന്ത്രവുമായ മത്സരത്തെയും ഐക്യത്തെയും പ്രതീകപ്പെടുത്തുന്നു. കായികരംഗത്ത് എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ജാതി, മതം, വർഗം എന്നിവയുടെ അതിർവരമ്പുകളില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഒളിമ്പിക് ചിഹ്നത്തിലെ നീലവളയം ഏത് ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? യൂറോപ്പ്. ഒളിമ്പിക് ചിഹ്നത്തിലെ നീലവളയം യൂറോപ്പ് ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ നിറങ്ങൾ ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും ഏത് ഭൂഖണ്ഡവും ഏതെങ്കിലും ഒരു പ്രത്യേക നിറവുമായി ബന്ധിപ്പിക്കാൻ ഔദ്യോഗികമായി ശ്രമിച്ചിട്ടില്ല. എന്നിരുന്നാലും ചരിത്രപരമായി നീല യൂറോപ്പിനെ സൂചിപ്പിക്കുന്നു. ഒളിമ്പിക് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഏഷ്യ. ഒളിമ്പിക് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏഷ്യൻ ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒളിമ്പിക് വളയങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഉൾക്കൊള്ളുന്ന ലോകത്തിന്റെ ഐക്യം പ്രകടിപ്പിക്കുന്നു. ഈ ചിഹ്നം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ദേശീയ പതാകകളിൽ കാണുന്ന നിറങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നത് അതിന്റെ സവിശേഷതയാണ്. ഒളിമ്പിക് ചിഹ്നത്തിലെ കറുത്ത വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആഫ്രിക്ക. ഒളിമ്പിക് ചിഹ്നത്തിലെ 5 വളയങ്ങൾ ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കറുത്ത വളയം ആഫ്രിക്കയെയും നീല യൂറോപ്പിനെയും മഞ്ഞ ഏഷ്യയെയും പച്ച ഓസ്ട്രേലിയയെയും ഓഷ്യാനിയയെയും ചുവപ്പ് വടക്കേ തെക്കേ അമേരിക്കകളെയും സൂചിപ്പിക്കുന്നു. ഈ വളയങ്ങൾ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയും സഹകരണത്തെയും പ്രതീകവൽക്കരിക്കുന്നു. ഒളിമ്പിക് ചിഹ്നത്തിലെ പച്ചവളയം ഏത് ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഓസ്ട്രേലിയയും ഓഷ്യാനിയയും. ഒളിമ്പിക് ചിഹ്നത്തിലെ 5 വളയങ്ങൾ ഓരോ ഭൂഖണ്ഡത്തെയും പ്രതിനിധീകരിക്കുന്നു. പച്ചവളയം ഓസ്ട്രേലിയയെയും ഓഷ്യാനിയയെയും സൂചിപ്പിക്കുന്നു. നീലവളയം യൂറോപ്പിനെയും മഞ്ഞവളയം ഏഷ്യയെയും ചുവപ്പ് വളയം അമേരിക്കകളെയും കറുത്ത വളയം ആഫ്രിക്കയെയും പ്രതിനിധീകരിക്കുന്നു. ഒളിമ്പിക് ചിഹ്നത്തിലെ ചുവന്ന വളയം ഏത് ഭൂഖണ്ഡങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്? വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും.
ഒളിമ്പിക് ചിഹ്നത്തിലെ 5 നിറങ്ങളിലുള്ള വളയങ്ങൾ ലോകത്തിലെ 5 പ്രധാന ഭൂഖണ്ഡങ്ങളെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ചുവപ്പ് വളയം വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും ഒരുമിച്ചു പ്രതിനിധീകരിക്കുന്നു. ഈ വളയങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് ലോകജനതയുടെ ഐക്യം വിളിച്ചോതുന്നു. ഒളിമ്പിക് ഗെയിംസിന്റെ പരമ്പരാഗത മുദ്രാവാക്യം എന്താണ്? അതിനർത്ഥം എന്താണ്? സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ്, വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ. സെറ്റിയസ്, ആൽഷ്യസ്, ഫോർട്ടിയസ് എന്ന ലാറ്റിൻ മുദ്രാവാക്യം 1894-ൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ചു. അത്ലറ്റുകൾ തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ നിരന്തരമായി പരിശ്രമിക്കണം എന്നതിനെ ഈ മുദ്രാവാക്യം ഊന്നിപ്പറയുന്നു. ഒളിമ്പിക് ആദർശങ്ങളെ ഇത് സംഗ്രഹിച്ചു വ്യക്തമാക്കുന്നു. ഒറിജിനൽ ഒളിമ്പിക് മുദ്രാവാക്യം സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ് എപ്പോഴാണ് അംഗീകരിച്ചത്? 1894. സെറ്റിയസ്, ആൽഷ്യസ്, ഫോർട്ടിയസ് എന്ന മുദ്രാവാക്യം 1894-ൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ചു. ഇത് ആധുനിക ഒളിമ്പിക് ഗെയിംസിന്റെ സ്ഥാപകനായ പിയറി ഡി കൂബർട്ടിന്റെ സുഹൃത്തായ ഫാദർ ഹെൻറി ഡിഡോൺ ആണ് രൂപപ്പെടുത്തിയത്. കായികരംഗത്തെ മികവും കഴിവും ഈ മുദ്രാവാക്യം പ്രോത്സാഹിപ്പിക്കുന്നു. ഒറിജിനൽ ഒളിമ്പിക് മുദ്രാവാക്യം സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ് ആര് രൂപകൽപ്പന ചെയ്തു? ഫാദർ ഹെൻറി ഡിഡോൺ. സെറ്റിയസ്, ആൽഷ്യസ്, ഫോർട്ടിയസ് എന്ന ലാറ്റിൻ മുദ്രാവാക്യം ഫാദർ ഹെൻറി ഡിഡോൺ എന്ന ഫ്രഞ്ച് വിദ്യാഭ്യാസ വീക്ഷണൻ രൂപകൽപ്പന ചെയ്തതാണ്. ആധുനിക ഒളിമ്പിക്സ് സ്ഥാപകൻ പിയറി ഡി കൂബർട്ടിന്റെ സുഹൃത്തായിരുന്ന അദ്ദേഹം കായിക മത്സരങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതിന്റെ പ്രാധാന്യം ഈ മുദ്രാവാക്യത്തിലൂടെ ലോകത്തോട് വിളിച്ചുപറഞ്ഞു. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് മുദ്രാവാക്യത്തിലെ മാറ്റം എപ്പോഴാണ് അംഗീകരിച്ചത്? പുതുക്കിയ മുദ്രാവാക്യം എന്തായിരുന്നു? 2021 ജൂലൈ 20. സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ്, കമ്മ്യൂണിറ്റർ, വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ, ഒരുമിച്ച്. കോവിഡ്-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒളിമ്പിക് മുദ്രാവാക്യം പരിഷ്കരിച്ചത്. 2021 ജൂലൈ 20 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെറ്റിയസ്, ആൽഷ്യസ്, ഫോർട്ടിയസ്, കമ്മ്യൂണിറ്റർ എന്ന പുതിയ മുദ്രാവാക്യം അംഗീകരിച്ചു. ഇത് സഹകരണത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ആധുനിക ഒളിമ്പിക് ഗെയിംസിൽ ഒളിമ്പിക് ദീപശിഖ തെളിയിക്കുന്ന പാരമ്പര്യം എപ്പോഴാണ് ആരംഭിച്ചത്? 1936-ൽ ബെർലിൻ ഒളിമ്പിക്സിൽ. ആധുനിക ഒളിമ്പിക്സിലെ ദീപശിഖാപ്രയാണം 1936-ലെ ബെർലിൻ ഗെയിംസിലാണ് ആദ്യമായി നടന്നത്. പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സിലെ വിശുദ്ധ അഗ്നിയുടെ പാരമ്പര്യത്തെ ഇത് അനുസ്മരിപ്പിക്കുന്നു. ഗെയിംസിന് മുന്നോടിയായി ഒളിമ്പിക് ചിന്തകളെ ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഗെയിംസ് ആരംഭിക്കുന്നതിനു മുമ്പ് ഒളിമ്പിക് ദീപശിഖ പരമ്പരാഗതമായി എവിടെയാണ് തെളിയിക്കുന്നത്? ഏതൻസിലെ പുണ്യമായ ഹെറ ക്ഷേത്രത്തിൽ സൂര്യരശ്മികൾ ഉപയോഗിച്ച്. പുരാതന ഒളിമ്പിക് ഗെയിംസിന്റെ ഉത്ഭവസ്ഥാനമായ ഗ്രീസിലെ ഏതൻസിലുള്ള ഹെറ ക്ഷേത്രത്തിലാണ് ആധുനിക ഒളിമ്പിക് ദീപശിഖ തെളിയിക്കുന്നത്. സൂര്യരശ്മികൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക കണ്ണാടിയിലൂടെയാണ് ഈ വിശുദ്ധ അഗ്നി ജ്വലിപ്പിക്കുന്നത്. ഇത് പുരാതന ഗ്രീക്ക് പാരമ്പര്യങ്ങളെയും ഒളിമ്പിക്സിന്റെ ചരിത്രപരമായ വേരുകളെയും സൂചിപ്പിക്കുന്നു. ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡലിന്റെ പ്രാഥമിക ഘടന എന്താണ്? 6 ഗ്രാം സ്വർണം പൂശിയ 0.925 ഗ്രേഡ് വെള്ളി. ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ പൂർണ്ണമായും സ്വർണത്തിൽ നിർമ്മിച്ചവയല്ല. നിലവിലെ നിയമപ്രകാരം കുറഞ്ഞത് 92.5% വെള്ളിയിൽ നിർമ്മിച്ച ഒരു മെഡലിൽ ചുരുങ്ങിയത് 6 ഗ്രാം ശുദ്ധമായ സ്വർണം പൂശിയിരിക്കണം. ഇത് 1912-ലെ സ്റ്റോക്ക്ഹോം ഗെയിംസിന് ശേഷം പ്രാബല്യത്തിൽ വന്ന ഒരു മാറ്റമാണ്. ഒരു ഒളിമ്പിക് വെങ്കല മെഡലിന്റെ ഘടനയെന്താണ്? ഇത് പൂർണ്ണമായും വെങ്കലം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 97% ചെമ്പ്, 0.5% ടിൻ, 2.5% സിങ്ക് എന്നിവ അടങ്ങിയതാണ്. ഒളിമ്പിക് വെങ്കല മെഡലുകൾ സാധാരണയായി ചെമ്പ്, ടിൻ, സിങ്ക് എന്നിവയുടെ ഒരു ലോഹസങ്കരമാണ്. ചെമ്പിന്റെ ഉയർന്ന അനുപാതം മെഡലിന് അതിന്റെ തനതായ നിറവും ഈടും നൽകുന്നു. മത്സരങ്ങളിൽ 3ാം സ്ഥാനക്കാർക്കാണ് വെങ്കല മെഡൽ സമ്മാനിക്കുന്നത്. ഒളിമ്പിക് ഗാനത്തിന്റെ വരികൾ രചിച്ചത് ആരാണ്? കോസ്റ്റിസ് പാലമാസ്. ഒളിമ്പിക് ഗാനം ഒളിമ്പിക്സ് ആൻഥം ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു സംഗീത ശകലമാണ്. ഗ്രീക്ക് കവിയായ കോസ്റ്റിസ് പാലമാസ് ആണ് ഇതിന്റെ വരികൾ രചിച്ചത്. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റു പ്രധാന പരിപാടികളിലും ഇത് ആലപിക്കാറുണ്ട്.
ഒളിമ്പിക് ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? സ്പൈറോസ് സമാരാസ്. ഒളിമ്പിക് ഗാനത്തിന് ഈണം പകർന്നത് ഗ്രീക്ക് സംഗീതജ്ഞനായ സ്പൈറോസ് സമാരാസ് ആണ്. 1896 ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിംസിനു വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയത്. ഒളിമ്പിക്സിന്റെ പാരമ്പര്യത്തിന്റെയും പ്രതീകാത്മകതയുടെയും പ്രധാന ഭാഗമാണിത്. ഒളിമ്പിക് ഗാനം ഔദ്യോഗികമായി ഒളിമ്പിക്സ് ഗാനമായി IOC അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ചത് എപ്പോഴാണ്? 1958. ഗ്രീക്ക് സംഗീതജ്ഞനായ സ്പൈറോസ് സമാരാസിന്റെ ഈണവും കോസ്റ്റിസ് പാലമാസിന്റെ വരികളുമുള്ള ഒളിമ്പിക് ഗാനം 1958 ടോക്കിയോയിൽ നടന്ന IOC സെഷനിലാണ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. ഇത് ഒളിമ്പിക് ഗെയിംസിന്റെ പ്രധാന ചിഹ്നങ്ങളിൽ ഒന്നായി മാറി. ഏഷ്യയിൽ ആദ്യമായി ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്, എപ്പോൾ? 1964 ജപ്പാനിലെ ടോക്കിയോ. 1964 ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലാണ് ഏഷ്യയിൽ ആദ്യമായി ഒളിമ്പിക്സ് ഗെയിംസ് നടന്നത്. ഇത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. കൂടാതെ യുദ്ധാനന്തര ജപ്പാന്റെ പുനരുത്ഥാനത്തിന്റെ പ്രതീകമായും ഈ ഒളിമ്പിക്സ് കണക്കാക്കപ്പെടുന്നു. ഒളിമ്പിക് ചാർട്ടർ ക്രോഡീകരിച്ചത് എപ്പോഴാണ്? 1908. ഒളിമ്പിക് ചാർട്ടർ എന്നത് ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന ഒരു കൂട്ടം രേഖകളാണ്. 1908 ഇത് ക്രോഡീകരിക്കുകയും പിന്നീട് പലതവണ ഭേദഗതി ചെയ്യുകയും ചെയ്തു. ഒളിമ്പിക് ഗെയിംസിന്റെ നടത്തിപ്പിനും മൂല്യങ്ങൾക്കും ഇത് അടിസ്ഥാനമാണ്. ഏത് ഒളിമ്പിക്സ് ഗെയിംസിലാണ് സത്യപ്രതിജ്ഞ ഓത്ത് ചെയ്യുന്ന പാരമ്പര്യം ആരംഭിച്ചത്? 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ഗെയിംസിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് ആരംഭിച്ചത്. കായികതാരങ്ങൾ, പരിശീലകർ, ഒളിമ്പിക്സ് ജഡ്ജിമാർ എന്നിവർ സത്യസന്ധമായും കളികളിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും മത്സരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സ്പോർട്സ്മാൻഷിപ്പിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഒളിമ്പിക്സ് മാസ്കോട്ടുകൾ ഗെയിംസിന്റെ അവിഭാജ്യ ഘടകമായി മാറിയത് എന്നുമുതലാണ്? 1968. 1968 ഗ്രെനോബിൾ വിന്റർ ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒളിമ്പിക്സ് മാസ്കോട്ട് അവതരിപ്പിച്ചത്. ഷൂസ്. മാസ്കോട്ടുകൾ ഗെയിംസിന്റെ ഒരു പ്രധാന പ്രചാരണ ഉപാധിയായി മാറുകയും ഓരോ ഒളിമ്പിക്സിനും ആതിഥേയ നഗരത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും പ്രതിഫലിക്കുന്ന തരത്തിൽ മാസ്കോട്ടുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഏത് ഒളിമ്പിക്സ് ഗെയിംസ് മുതലാണ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ITV സംപ്രേക്ഷണം ആരംഭിച്ചത്? 1960 റോം ഒളിമ്പിക്സ്. 1960 റോം ഒളിമ്പിക്സ് മുതലാണ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ടെലിവിഷൻ സംപ്രേക്ഷണം ഔദ്യോഗികമായി ആരംഭിച്ചത്. ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒളിമ്പിക്സ് എത്തിക്കാൻ സഹായിച്ചു. കായികരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഏത് ടീമാണ് പരേഡിന് നേതൃത്വം നൽകുന്നത്? ഗ്രീസ് ടീം. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഗ്രീസ് ടീമാണ് എല്ലായ്പ്പോഴും മുന്നിൽ നടക്കുന്നത്. ആധുനിക ഒളിമ്പിക്സിന്റെ ജന്മദേശം ഗ്രീസായതുകൊണ്ടും പുരാതന ഒളിമ്പിക്സിന്റെ ഉത്ഭവസ്ഥാനം എന്ന നിലയിലുമാണ് ഈ പാരമ്പര്യം നിലനിർത്തുന്നത്. ഹോസ്റ്റ് രാജ്യം ഏറ്റവും ഒടുവിൽ വരുന്നു. 1972 മ്യൂണിക്ക് ഒളിമ്പിക്സിൽ സംഭവിച്ച ദാരുണമായ സംഭവം എന്തായിരുന്നു? പലസ്തീൻ ഭീകരാക്രമണം. ഇതിൽ 11 ഇസ്രായേലി കായികതാരങ്ങൾ കൊല്ലപ്പെട്ടു. 1972 പശ്ചിമ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന ഒളിമ്പിക്സ് ഗെയിംസിനിടെ പലസ്തീൻ ഭീകര സംഘടനയായ ബ്ലാക്ക് സെപ്റ്റംബർ ഇസ്രായേലി ഒളിമ്പിക് ടീം അംഗങ്ങളെ ബന്ദികളാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് മ്യൂണിക്ക് കൂട്ടക്കൊല. ഇത് ലോക കായിക ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ അധ്യായങ്ങളിലൊന്നാണ്. ഈ സംഭവത്തിനു ശേഷം ഒളിമ്പിക്സ് വേദികളിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കി. ഏത് ഒളിമ്പിക്സ് മുതലാണ് സ്ത്രീകൾ പങ്കെടുക്കാൻ തുടങ്ങിയത്? പാരീസ് ഒളിമ്പിക്സ്. 1900. 1900 പാരീസ് ഒളിമ്പിക്സിലാണ് സ്ത്രീകൾക്ക് ആദ്യമായി ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ഇത് കായികരംഗത്ത് ലിംഗസമത്വത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ആദ്യമായി വനിതാ കായികതാരങ്ങളെ അയച്ച 3 രാജ്യങ്ങൾ ഏതാണ്? സൗദി അറേബ്യ, ഖത്തർ, ബ്രൂണൈ. 2012 ലണ്ടൻ ഒളിമ്പിക്സ് ഗെയിംസിലാണ് സൗദി അറേബ്യ, ഖത്തർ, ബ്രൂണൈ എന്നീ രാജ്യങ്ങൾ ആദ്യമായി വനിതാ കായികതാരങ്ങളെ അയച്ചത്.
ഇത് ലിംഗസമത്വത്തിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു. ഒളിമ്പിക്സ് ഗെയിംസിൽ മാരത്തൺ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ അമേരിക്കൻ പുരുഷ കായികതാരം ആരായിരുന്നു? തോമസ് ഹിക്സ്. 1904 സെന്റ് ലൂയിസിൽ നടന്ന ഒളിമ്പിക്സ് ഗെയിംസിലാണ് തോമസ് ഹിക്സ് മാരത്തണിൽ സ്വർണം നേടിയത്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ മാരത്തൺ മത്സരങ്ങളിൽ ആദ്യമായി സ്വർണം നേടുന്ന അമേരിക്കൻ പുരുഷ താരം ഇദ്ദേഹമാണ്. ഒരു ഒളിമ്പിക്സ് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടിയ കായികതാരം ആരാണ്? മൈക്കിൾ ഫെൽപ്സ്, USA. അമേരിക്കൻ നീന്തൽതാരമായ മൈക്കിൾ ഫെൽപ്സ് ആണ് ഒരു ഒളിമ്പിക്സ് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടിയതിന്റെ റെക്കോർഡ് ഉടമ. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ മൈക്കിൾ ഫെൽപ്സ് എത്ര സ്വർണ്ണ മെഡലുകൾ നേടി ഒരു ഒളിമ്പിക്സിലെ റെക്കോർഡ് സ്ഥാപിച്ചു? 8 സ്വർണ്ണ മെഡലുകൾ. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് മൈക്കിൾ ഫെൽപ്സ് 8 സ്വർണ്ണ മെഡലുകൾ നേടി ഒരു ഒളിമ്പിക്സിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ എന്ന റെക്കോർഡ് സ്ഥാപിച്ചത്. ഇതിലൂടെ അദ്ദേഹം മാർക്ക് സ്പിറ്റ്സിന്റെ 7 സ്വർണ്ണ മെഡലുകൾ എന്ന റെക്കോർഡ് തകർത്തു. മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയതിന്റെ റെക്കോർഡ് ആരുടെ പേരിലാണ്? മൈക്കിൾ ഫെൽപ്സ്. അമേരിക്കൻ നീന്തൽ ഇതിഹാസമായ മൈക്കിൾ ഫെൽപ്സ് ആണ് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയ കായികതാരം. അദ്ദേഹത്തിന്റെ കരിയറിൽ ആകെ 28 ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുണ്ട്. മൈക്കിൾ ഫെൽപ്സ് തന്റെ കരിയറിൽ ആകെ എത്ര ഒളിമ്പിക് മെഡലുകൾ നേടി? 28 മെഡലുകൾ, 23 സ്വർണം, 3 വെള്ളി, 2 വെങ്കലം. മൈക്കിൾ ഫെൽപ്സ് തന്റെ ഒളിമ്പിക്സ് കരിയറിൽ ആകെ 28 മെഡലുകൾ നേടി, ഇതിൽ 23 സ്വർണമാണ്. ഇത് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഒരു കായികതാരം നേടിയ ഏറ്റവും കൂടുതൽ മെഡലുകളാണ്. മൈക്കിൾ ഫെൽപ്സിനു മുമ്പ് ഒരു വനിതാ കായികതാരം നേടിയ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകളുടെ റെക്കോർഡ് ആരുടെ പേരിലായിരുന്നു? ലാരിസ ലാറ്റിനിന, സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ജിംനാസ്റ്റിക്സ് താരം ലാരിസ ലാറ്റിനിന ആയിരുന്നു മൈക്കിൾ ഫെൽപ്സിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയ കായികതാരം, മൊത്തം 18 മെഡലുകൾ. അവർക്ക് ശേഷമാണ് ഫെൽപ്സ് ഈ റെക്കോർഡ് മറികടന്നത്. ഒരു ഒളിമ്പിക്സ് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടിയ രാജ്യം ഏതാണ്? അമേരിക്കൻ ഐക്യനാടുകൾ. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഒരു ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടിയ റെക്കോർഡ് അമേരിക്കൻ ഐക്യനാടുകൾക്കാണ്. പല ഒളിമ്പിക്സ് ഗെയിംസുകളിലും അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഒരു രാജ്യത്തിന് ഒരു ഗെയിംസിൽ ലഭിക്കുന്ന റെക്കോർഡ് എണ്ണം സ്വർണ്ണ മെഡലുകൾ നേടിയ അമേരിക്ക എത്ര സ്വർണ്ണ മെഡലുകളാണ് നേടിയത്? 83 സ്വർണ്ണ മെഡലുകൾ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് ചരിത്രപരമായ നേട്ടമായിരുന്നു. സോവിയറ്റ് യൂണിയനും മറ്റു ചില കിഴക്കൻ ബ്ലോക്ക് രാജ്യങ്ങളും ബഹിഷ്കരിച്ച ഈ ഗെയിംസിൽ അമേരിക്ക 83 സ്വർണ്ണ മെഡലുകൾ നേടി. ഇത് ഒരു ഒളിമ്പിക്സിൽ ഒരു രാജ്യം നേടുന്ന ഏറ്റവും ഉയർന്ന സ്വർണ്ണ മെഡൽ നേട്ടങ്ങളിലൊന്നാണ്. ഒളിമ്പിക് ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അമേരിക്കൻ ഐക്യനാടുകൾ 4 തവണ. അമേരിക്കൻ ഐക്യനാടുകൾ ലോസ് ഏഞ്ചൽസ് 2 തവണ, സെന്റ് ലൂയിസ്, അറ്റ്ലാന്റ എന്നിവിടങ്ങളിലായി 4 തവണ ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. ഇത് ഒളിമ്പിക് ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് ലഭിച്ച ഏറ്റവും വലിയ ആതിഥേയത്വ പദവിയാണ്. ഒളിമ്പിക് ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ലണ്ടൻ. ബ്രിട്ടീഷ് തലസ്ഥാനമായ ലണ്ടൻ 1908, 1948, 2012 വർഷങ്ങളിൽ 3 തവണ ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. ഈ നേട്ടം ലണ്ടനെ ഒളിമ്പിക് ചരിത്രത്തിലെ പ്രധാന നഗരങ്ങളിലൊന്നാക്കുന്നു. ഏതു വർഷങ്ങളിലാണ് ലണ്ടൻ ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്? 1908, 1948, 2012. ലണ്ടൻ നഗരം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മധ്യത്തിലും 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലുമായി 3 ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയായി. ഇത് ആധുനിക ഒളിമ്പിക് ചരിത്രത്തിൽ ഒരു നഗരത്തിന് ലഭിച്ച ഒരു സവിശേഷതയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ (IOA) എപ്പോഴാണ് സ്ഥാപിതമായത്? 1927.
1927-ൽ സ്ഥാപിതമായ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA ഇന്ത്യയുടെ ഒളിമ്പിക് പ്രസ്ഥാനത്തെ നയിക്കുകയും രാജ്യത്തെ കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സർ ദൊറാബ്ജി ടാറ്റ ആയിരുന്നു IOAയുടെ ആദ്യ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ കീഴിൽ ഇന്ത്യ ഔദ്യോഗികമായി ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. 1927-ൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സ്ഥാപിതമായ ശേഷം 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഒരു ഔദ്യോഗിക ടീമിനെ അയച്ചത്. ഈ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഹോക്കിയിൽ തങ്ങളുടെ ആദ്യത്തെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വ്യക്തി ആരായിരുന്നു? അത് എപ്പോഴായിരുന്നു? നോർമൻ പ്രിച്ചാർഡ് 1900-ലെ പാരീസ് ഒളിമ്പിക്സിൽ. കൊൽക്കത്തയിൽ ജനിച്ച ബ്രിട്ടീഷ് പൗരനായിരുന്ന നോർമൻ പ്രിച്ചാർഡ് 1900-ലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അത്ലറ്റിക്സിൽ 2 വെള്ളി മെഡലുകൾ നേടി. അന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിലുണ്ടായിരുന്നില്ല എന്നതിനാൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഒരു വ്യക്തിഗത പ്രാതിനിധ്യമായിരുന്നു. ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക ടീമിനെ ഒളിമ്പിക് ഗെയിംസിലേക്ക് അയച്ചത് എപ്പോഴാണ്? 1920-ലെ ആന്റ്വെർപ്പ് ഒളിമ്പിക്സിൽ. നോർമൻ പ്രിച്ചാർഡിന്റെ വ്യക്തിഗത പങ്കാളിത്തത്തിന് ശേഷം 1920-ലെ ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി ഒരു ഔദ്യോഗിക ടീമിനെ അയച്ചത്. അന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിലില്ലായിരുന്നുവെങ്കിലും ഇന്ത്യൻ സ്പോർട്സ് വൃത്തങ്ങളുടെ ശ്രമഫലമായി ഒരു ടീമിനെ അയക്കാൻ സാധിച്ചു. ആദ്യത്തെ ഇന്ത്യൻ ഒളിമ്പിക് മാരത്തൺ ഓട്ടക്കാരൻ ആരായിരുന്നു? ഫാഡപ്പ ഡാരപ്പ ചൌഗുലെ. ഫാഡപ്പ ഡാരപ്പ ചൌഗുലെ 1920-ലെ ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് മാരത്തൺ മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ത്യൻ ഒളിമ്പിക് ടീമിന്റെ ഭാഗമായി മാരത്തൺ ഓടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ വനിതകൾ ഔദ്യോഗികമായി ആദ്യമായി ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുത്തത് എപ്പോഴാണ്? 1952-ലെ ഹെൽസിങ്കി ഒളിമ്പിക്സിൽ. 1952-ലെ ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി വനിതാ കായികതാരങ്ങളെ ഔദ്യോഗികമായി അയച്ചത്. നീന്തൽ താരമായ നിലിമ ഘോഷും മേരി ഡിസൂസയുമായിരുന്നു ഈ ചരിത്രപരമായ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകിയത്. ഇത് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നോർമൻ പ്രിച്ചാർഡിനെ ഒഴിവാക്കി ആരായിരുന്നു? KD ജാദവ്. ഗുസ്തിയിൽ വെങ്കലം. 1952 ഹെൽസിങ്കി. KD ജാദവ് 1952-ലെ ഹെൽസിങ്കി ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടി. സ്വതന്ത്ര ഇന്ത്യക്കു വേണ്ടി വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ കായികതാരമായി അദ്ദേഹം മാറി. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? കർണം മല്ലേശ്വരി. ഭാരോദ്വഹനത്തിൽ വെങ്കലം. 2000 സിഡ്നി. 2000-ലെ സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെങ്കല മെഡൽ നേടിയ കർണം മല്ലേശ്വരി ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ചരിത്രം കുറിച്ചു. ഈ നേട്ടം ഇന്ത്യൻ കായികരംഗത്ത് വനിതകൾക്ക് വലിയ പ്രചോദനം നൽകി. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സർ ആരായിരുന്നു? MC മേരി കോം. വെങ്കലം. 2012 ലണ്ടൻ. ഇന്ത്യൻ ബോക്സിംഗിലെ ഇതിഹാസ താരമായ MC മേരി കോം 2012-ലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സർ എന്ന നേട്ടം അവർക്ക് സ്വന്തമായി. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം ആരായിരുന്നു? സൈന നെഹ്വാൾ. വെങ്കലം. 2012 ലണ്ടൻ. സൈന നെഹ്വാൾ 2012-ലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം എന്ന ബഹുമതി ഇതോടെ അവർക്ക് ലഭിച്ചു. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരായിരുന്നു? സാക്ഷി മാലിക്. വെങ്കലം. 2016 റിയോ ഡി ജനീറോ. സാക്ഷി മാലിക് 2016-ലെ റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടി. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായി അവർ മാറി. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ആര്? ഏത് ഇനത്തിൽ ഏതു വർഷം നേടി? അഭിനവ് ബിന്ദ്ര. 2008-ലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിളിൽ. 2008-ലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടി.
ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡലായിരുന്നു. തുടർച്ചയായി 2 ഒളിമ്പിക് ഗെയിംസുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായികതാരം ആരാണ്? സുശീൽ കുമാർ. 2008 ബെയ്ജിംഗിൽ വെങ്കലം, 2012 ലണ്ടനിൽ വെള്ളി. സുശീൽ കുമാർ 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ വെങ്കലവും 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെള്ളിയും നേടി. തുടർച്ചയായി 2 ഒളിമ്പിക് ഗെയിംസുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായികതാരമായി അദ്ദേഹം മാറി. 1928-നും 1956-നും ഇടയിൽ ഹോക്കിയിൽ ഇന്ത്യ എത്ര തുടർച്ചയായ ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടി? 6 തുടർച്ചയായ സ്വർണ്ണ മെഡലുകൾ. 1928 മുതൽ 1956 വരെ ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ തുടർച്ചയായി 6 സ്വർണ്ണ മെഡലുകൾ നേടി. ഇത് ലോക ഹോക്കി ചരിത്രത്തിലെ സമാനതകളില്ലാത്ത നേട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹോക്കി ഒരു ശക്തികേന്ദ്രമായി വാഴുകയായിരുന്നു. ഹോക്കിയിൽ ഇന്ത്യ ആകെ എത്ര ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്? അവസാനത്തേത് എപ്പോഴായിരുന്നു? 8 സ്വർണ്ണ മെഡലുകൾ. അവസാനത്തേത് 1980 മോസ്കോ ഒളിമ്പിക്സിൽ. ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ ആകെ 8 സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇതിൽ അവസാനത്തേത് 1980 മോസ്കോ ഒളിമ്പിക്സിലായിരുന്നു. ഇന്ത്യയുടെ കായിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിലൊന്നാണ് ഹോക്കിയിലെ ഈ മെഡൽ നേട്ടങ്ങൾ. 2024 സമ്മർ ഒളിമ്പിക്സ് എവിടെ എന്ന് നടന്നു? ഫ്രാൻസിലെ പാരീസിൽ. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ. 2024 സമ്മർ ഒളിമ്പിക്സ് ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടന്നു. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഈ ലോകകായിക മാമാങ്കം അരങ്ങേറിയത്. ഇത് ലോകശ്രദ്ധ ആകർഷിച്ച ഒരു പ്രധാന കായിക സംഭവമായിരുന്നു. 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? USA. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം എന്നിവയോടെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഇത് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ രാജ്യത്തിന്റെ സ്ഥിരമായ ആധിപത്യം എടുത്തുകാണിക്കുന്നു. മത്സരപരീക്ഷകളിൽ പ്രധാന കായിക സംഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സാധാരണമാണ്. 2024 പാരീസ് ഗെയിംസിൽ ആദ്യമായി ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയ 4 രാജ്യങ്ങൾ ഏതെല്ലാം? ബോട്സ്വാന, ഡൊമിനിക്ക, ഗ്വാട്ടിമാല, സെന്റ് ലൂസിയ. ബോട്സ്വാന, ഡൊമിനിക്ക, ഗ്വാട്ടിമാല, സെന്റ് ലൂസിയ എന്നീ രാജ്യങ്ങൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ സ്വർണ്ണ മെഡലുകൾ നേടി. ഈ നേട്ടം ആ രാജ്യങ്ങൾക്ക് ഒരു വലിയ അംഗീകാരമാണ്, ഒപ്പം ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ സാർവത്രിക സ്വഭാവം എടുത്തുകാണിക്കുകയും ചെയ്യുന്നു. 2024 പാരീസ് ഒളിമ്പിക്, പാരാലിമ്പിക് ഗെയിംസിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്തായിരുന്നു? അതിന്റെ അർത്ഥം എന്താണ്? ഓവ്റോൺ ഗ്രാൻഡ് ലെ ഷൂ, ഉവ്രൻസ് ഗ്രാൻഡ് ലെസ് ഷൂ, അതായത് ഗെയിംസ് വൈഡ് ഓപ്പൺ, എല്ലാവർക്കും തുറന്ന മത്സരങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം ഉവ്രൻസ് ഗ്രാൻഡ് ലെസ് ഷൂ ആയിരുന്നു. ഇത് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. ഈ മുദ്രാവാക്യം കായിക ലോകത്തിന്റെ സമത്വം, പങ്കാളിത്തം, ആഗോള സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒളിമ്പിക്സിന്റെ കാഴ്ചപ്പാടിനെ ഊന്നിപ്പറയുന്നു. 2024 പാരീസ് ഒളിമ്പിക് ഗെയിംസിൽ എത്ര കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു? കൂടാതെ പുതുതായി ഉൾപ്പെടുത്തിയ 4 കായിക ഇനങ്ങൾ ഏതെല്ലാം? 32 കായിക ഇനങ്ങൾ. സ്കേറ്റ് ബോർഡിംഗ്, സ്പോർട്ട് ക്ലൈംബിംഗ്, സർഫിംഗ്, ബ്രേക്കിംഗ് എന്നിവ അധികമായി ഉൾപ്പെടുത്തി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആകെ 32 കായിക ഇനങ്ങൾ ഉണ്ടായിരുന്നു. യുവജനങ്ങളെ ആകർഷിക്കുന്നതിനും ഒളിമ്പിക് പ്രോഗ്രാം കൂടുതൽ വൈവിധ്യമാർന്നതാക്കുന്നതിനും വേണ്ടിയാണ് സ്കേറ്റ് ബോർഡിംഗ്, സ്പോർട്ട് ക്ലൈംബിംഗ്, സർഫിംഗ്, ബ്രേക്കിംഗ് തുടങ്ങിയ പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF എപ്പോഴാണ്, എവിടെയാണ് രൂപീകരിച്ചത്? ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF 1926 ബെർലിനിൽ രൂപീകരിച്ചു. ആഗോള ടേബിൾ ടെന്നീസ് കളിയെ നിയന്ത്രിക്കുന്നതിന് 1926 ബെർലിനിൽ ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF സ്ഥാപിക്കപ്പെട്ടു. ഇത് കളിയുടെ നിയമങ്ങൾക്കും മത്സരങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നു. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF ന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF ന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലോസാനിൽ സ്ഥിതി ചെയ്യുന്നു. ലോക ടേബിൾ ടെന്നീസ് ഭരണസമിതിയായ ITTF ന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലോസാനിലാണ്. ഒട്ടുമിക്ക അന്താരാഷ്ട്ര കായിക ഫെഡറേഷനുകളുടെയും ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ് എന്നത് ശ്രദ്ധേയമാണ്. ആദ്യത്തെ ടേബിൾ ടെന്നീസ് ലോക ചാമ്പ്യൻഷിപ്പ് എവിടെ, എപ്പോഴാണ് നടന്നത്? ആദ്യത്തെ ടേബിൾ ടെന്നീസ് ലോക ചാമ്പ്യൻഷിപ്പ് 1926 മുതൽ 27 വരെ കാലഘട്ടത്തിൽ ലണ്ടനിലെ ഇംഗ്ലണ്ടിൽ നടന്നു. ടേബിൾ ടെന്നീസ് കളിയുടെ ആദ്യത്തെ ആഗോള മത്സരം 1926 മുതൽ 27 വരെ ലണ്ടനിലാണ് നടന്നത്. ഈ ലോക ചാമ്പ്യൻഷിപ്പ് കളിയുടെ ആഗോളവൽക്കരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഏതു വർഷമാണ് ടേബിൾ ടെന്നീസ് സിംഗിൾസ്, ഡബിൾസ് മത്സരങ്ങൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത്? 1988 പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ടേബിൾ ടെന്നീസ് സിംഗിൾസ്, ഡബിൾസ് മത്സരങ്ങൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തി. ടേബിൾ ടെന്നീസ് ലോകമെമ്പാടുമുള്ള കളിക്കാർക്ക് ഒരു പ്രധാന കായിക ഇനമായി അംഗീകരിക്കപ്പെട്ടത് 1988 സിയോളിൽ നടന്ന ഒളിമ്പിക്സിലാണ്. ഇത് കളിയുടെ ജനപ്രിയതയും നിലവാരവും വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ടേബിൾ ടെന്നീസ് ഏത് നഗരത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ടേബിൾ ടെന്നീസ് ഇന്ത്യയിൽ കൊൽക്കത്തയിൽ നിന്നാണ് ആരംഭിച്ചത്. ടേബിൾ ടെന്നീസ് പിങ് പോങ് എന്നും അറിയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇന്ത്യയിൽ കൊൽക്കത്ത നഗരം ഈ കായിക വിനോദത്തിന്റെ ആദ്യകാല കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് രാജ്യത്ത് ടേബിൾ ടെന്നീസ് പ്രചരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ TTFI എപ്പോഴാണ്, എവിടെയാണ് രൂപീകരിച്ചത്? ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ TTFI 1938 കൊൽക്കത്തയിൽ വെച്ച് രൂപീകരിച്ചു. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ TTFI 1938 കൊൽക്കത്തയിൽ സ്ഥാപിതമായി. ഇത് ഇന്ത്യയിലെ ടേബിൾ ടെന്നീസ് കായിക വിനോദത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ബോഡിയാണ്. ഈ ഫെഡറേഷൻ ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുകയും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. 33 സ്വരചിഹ്നം ആമത് ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ഏതു വർഷമാണ് അത് നടന്നത്? 1975 കൊൽക്കത്തയാണ് 33 സ്വരചിഹ്നം ആമത് ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചത്. 1975 കൊൽക്കത്ത നഗരം 33 സ്വരചിഹ്നം ആമത് ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചു. ഇത് ഇന്ത്യയിൽ നടന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര കായിക മത്സരമായിരുന്നു. ലോകമെമ്പാടുമുള്ള മികച്ച കളിക്കാർ പങ്കെടുത്ത ഈ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ കായിക ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഏഷ്യ കപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പാഡ്ലർ ആരാണ്? മണിക ബത്രയാണ് ഏഷ്യ കപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പാഡ്ലർ. മണിക ബത്ര 2022 ഏഷ്യ കപ്പിൽ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ പാഡ്ലർ എന്ന ബഹുമതി മണിക ബത്രയ്ക്ക് ലഭിച്ചു. ഇത് ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ചരിത്രത്തിലെ ഒരു സുപ്രധാന നേട്ടമാണ്. അമേരിക്കയിൽ ബാസ്കറ്റ്ബോൾ കളി അവതരിപ്പിച്ചത് ആരാണ്? 1891 ജെയിംസ് നെയ്സ്മിത്ത് ആണ് അമേരിക്കയിൽ ബാസ്കറ്റ്ബോൾ കളി അവതരിപ്പിച്ചത്. കനേഡിയൻ അമേരിക്കൻ ശാരീരിക വിദ്യാഭ്യാസ അധ്യാപകനായ ജെയിംസ് നെയ്സ്മിത്ത് 1891 മസാച്യുസെറ്റ്സിലെ സ്പ്രിംഗ്ഫീൽഡിൽ YMCA ഇന്റർനാഷണൽ ട്രെയിനിംഗ് സ്കൂളിൽ ബാസ്കറ്റ്ബോൾ കണ്ടുപിടിച്ചു. തണുപ്പുകാലത്ത് വിദ്യാർത്ഥികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പുതിയ ഗെയിം എന്ന നിലയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ FIBA എപ്പോഴാണ് സ്ഥാപിച്ചത്? ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ FIBA 1932 സ്ഥാപിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ബാസ്കറ്റ്ബോൾ കായിക വിനോദത്തെ നിയന്ത്രിക്കുന്ന പ്രധാന സ്ഥാപനമാണ് FIBA. 1932 ജനീവയിൽ വെച്ചാണ് ഇത് സ്ഥാപിച്ചത്. ലോകമെമ്പാടുമുള്ള ബാസ്കറ്റ്ബോൾ നിയമങ്ങൾ ഏകീകരിക്കുന്നതിലും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിലും FIBA ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ബാസ്കറ്റ്ബോളിന്റെ ആദ്യ ലോക ചാമ്പ്യൻഷിപ്പ് എപ്പോഴാണ് നടന്നത്? ബാസ്കറ്റ്ബോളിന്റെ ആദ്യ ലോക ചാമ്പ്യൻഷിപ്പ് 1950 നടന്നു. ബാസ്കറ്റ്ബോളിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു 1950 നടന്ന ആദ്യത്തെ FIBA ലോക ചാമ്പ്യൻഷിപ്പ്. അർജന്റീനയിൽ വെച്ച് നടന്ന ഈ ടൂർണമെന്റിൽ ആതിഥേയരായ അർജന്റീന തന്നെ കിരീടം നേടി. ഇത് അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോളിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി.
ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ BFI എപ്പോഴാണ് എവിടെയാണ് സ്ഥാപിച്ചത്? ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ BFI 1950-ൽ മുംബൈയിൽ സ്ഥാപിച്ചു. ഇന്ത്യയിൽ ബാസ്കറ്റ്ബോൾ കായിക വിനോദത്തെ നിയന്ത്രിക്കുന്ന പരമോന്നത സ്ഥാപനമാണ് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ BFI. 1950-ൽ മുംബൈയിൽ ഇത് സ്ഥാപിതമായി. ഇന്ത്യയിൽ ബാസ്കറ്റ്ബോളിന്റെ വികസനത്തിനും പ്രചാരണത്തിനും BFI നേതൃത്വം നൽകുന്നു. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ BFI ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ BFI ആസ്ഥാനം ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ BFI ഇന്ത്യയിലെ ബാസ്കറ്റ്ബോൾ കായിക വിനോദത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ്. ഇതിന്റെ ആസ്ഥാനം രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ദേശീയ തലത്തിലുള്ള ബാസ്കറ്റ്ബോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആധുനിക പോളോ കളി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു? ആധുനിക പോളോ കളി ഇന്ത്യയിലെ മണിപ്പൂരിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. സാങ്കോൾ കാങ്ജെയ് എന്ന പ്രാദേശിക പേരിൽ മണിപ്പൂരിൽ കളിച്ചിരുന്ന ഒരു പുരാതന കളിയുടെ പരിഷ്കരിച്ച രൂപമാണ് ആധുനിക പോളോ എന്ന് വിശ്വസിക്കപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഈ കളി മണിപ്പൂരിൽ നിന്ന് കണ്ടെത്തുകയും ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. മണിപ്പൂർ പോളോയുടെ ജന്മദേശമായി കണക്കാക്കപ്പെടുന്നു. മണിപ്പൂരിൽ പോളോയുടെ പുരാതന പേരെന്തായിരുന്നു? അത് എപ്പോഴാണ് കളിച്ചിരുന്നത്? BC 3100 മുതലേ മണിപ്പൂരിൽ പോളോ, സഗോൾ കഞ്ചേയി എന്ന പേരിൽ കളിച്ചിരുന്നു. പോളോയുടെ ഉത്ഭവം മധ്യേഷ്യയിലാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും മണിപ്പൂരിലെ സഗോൾ കഞ്ചേയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മണിപ്പൂരിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ ഈ കായിക വിനോദം രാജ്യത്തിന്റെ കായിക ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോളോ ക്ലബ്ബ് എവിടെ, എപ്പോഴാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ പോളോ ക്ലബ്ബ് 1833-ൽ അസമിലെ സിൽച്ചാറിൽ സ്ഥാപിച്ചു. 1833-ൽ അസമിലെ സിൽച്ചാറിൽ ബ്രിട്ടീഷ് സൈനികരും തേയിലത്തോട്ടക്കാരും ചേർന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളോ ക്ലബ്ബ് സ്ഥാപിച്ചത്. ഇത് ഇന്ത്യയിൽ ആധുനിക പോളോയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. കൊൽക്കത്ത പോളോ ക്ലബ്ബ് എപ്പോഴാണ് സ്ഥാപിച്ചത്? കൊൽക്കത്ത പോളോ ക്ലബ്ബ് 1862-ൽ സ്ഥാപിച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പോളോ ക്ലബ്ബുകളിൽ ഒന്നാണ് 1862-ൽ സ്ഥാപിക്കപ്പെട്ട കൊൽക്കത്ത പോളോ ക്ലബ്ബ്. ഇത് ഇന്ത്യൻ പോളോ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഏത് സംഘടനയാണ് പോളോയുടെ ഇംഗ്ലീഷ് നിയമങ്ങൾ ആദ്യമായി രൂപീകരിച്ചത്? ഏതു വർഷം? ഹർലിംഗ്ഹാം പോളോ അസോസിയേഷൻ 1875-ൽ പോളോയുടെ ഇംഗ്ലീഷ് നിയമങ്ങൾ ആദ്യമായി രൂപീകരിച്ചു. ഹർലിംഗ്ഹാം പോളോ അസോസിയേഷൻ HPA 1875-ൽ പോളോയുടെ ഔദ്യോഗിക നിയമങ്ങൾ ക്രോഡീകരിച്ചതിലൂടെ ഈ കായിക വിനോദത്തിന് ഒരു ഏകീകൃത ഘടന നൽകി. ഇത് ആധുനിക പോളോയുടെ വ്യാപനത്തിനും ആഗോള അംഗീകാരത്തിനും കാരണമായി. ഗോൾഫ് കളി എവിടെ നിന്ന്, ഏത് നൂറ്റാണ്ടിലാണ് ഉത്ഭവിച്ചത്? ഗോൾഫ് കളി 15-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിന്റെ കിഴക്കൻ തീരങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഗോൾഫ് എന്ന കായിക വിനോദം 15-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിന്റെ കിഴക്കൻ തീരങ്ങളിലെ നാടോടി കളികളിൽ നിന്നാണ് വികസിച്ചത്. സ്കോട്ട്ലൻഡിന്റെ ദേശീയ കായിക വിനോദമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. ആദ്യത്തെ ഗോൾഫ് ക്ലബ്ബ് എപ്പോൾ, ആരുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു? 1744-ൽ ലീത്ത് ഗോൾഫർമാരുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഗോൾഫ് ക്ലബ്ബ് സ്ഥാപിച്ചത്. 1744-ൽ എഡിൻബർഗ് ഗോൾഫർമാരുടെ മാന്യമായ കമ്പനി ഓണറബിൾ കമ്പനി ഓഫ് എഡിൻബർഗ് ഗോൾഫേഴ്സ് ലീത്തിൽ രൂപീകരിക്കപ്പെട്ടു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ഗോൾഫ് ക്ലബ്ബായി കണക്കാക്കപ്പെടുന്നത്. പ്രൊഫഷണൽ ഗോൾഫർമാരുടെ അസോസിയേഷൻ PGA എവിടെ, എപ്പോഴാണ് രൂപീകരിച്ചത്? പ്രൊഫഷണൽ ഗോൾഫർമാരുടെ അസോസിയേഷൻ PGA 1916-ൽ USA-ൽ രൂപീകരിച്ചു. യുഎസിലെ പ്രൊഫഷണൽ ഗോൾഫിന്റെ വികസനത്തിനും സംഘാടനത്തിനുമായി 1916-ൽ പ്രൊഫഷണൽ ഗോൾഫർമാരുടെ അസോസിയേഷൻ PGA രൂപീകരിച്ചു. ഗോൾഫ് കളിക്കാരുടെയും വ്യവസായത്തിന്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ ഗോൾഫ് ഫെഡറേഷന്റെ IGF യഥാർത്ഥ പേരെന്തായിരുന്നു? അത് എപ്പോഴാണ് സ്ഥാപിച്ചത്?
ഇന്റർനാഷണൽ ഗോൾഫ് ഫെഡറേഷൻ IGF യഥാർത്ഥത്തിൽ 1958-ൽ സ്ഥാപിതമായ വേൾഡ് അമേച്വർ ഗോൾഫ് കൗൺസിൽ എന്നറിയപ്പെട്ടിരുന്നു. 2003-ൽ ഇതിന് പേരുമാറ്റി. 1958-ൽ വേൾഡ് അമേച്വർ ഗോൾഫ് കൗൺസിൽ എന്ന പേരിൽ സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടന 2003-ൽ ഇന്റർനാഷണൽ ഗോൾഫ് ഫെഡറേഷൻ IGF എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത് ഒളിമ്പിക് ഗോൾഫിന്റെ ഭരണസമിതി കൂടിയാണ്. ഇന്റർനാഷണൽ ഗോൾഫ് ഫെഡറേഷന്റെ IGF ആസ്ഥാനം എവിടെയാണ്? ഇന്റർനാഷണൽ ഗോൾഫ് ഫെഡറേഷന്റെ IGF ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലോസാനിലാണ്. സ്വിറ്റ്സർലൻഡിലെ ലോസാൻ നിരവധി അന്താരാഷ്ട്ര കായിക ഫെഡറേഷനുകളുടെ ആസ്ഥാനമാണ്. ലോകമെമ്പാടുമുള്ള ഗോൾഫ് കായിക വിനോദങ്ങളെ നിയന്ത്രിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് IGFന്റെ പ്രധാന ദൗത്യം. ഒരു റൗണ്ടിൽ ഒരു ഗോൾഫ് കളിക്കാരന് എത്ര ക്ലബ്ബുകൾ വരെ ഉപയോഗിക്കാൻ അനുവാദമുണ്ട്? ഒരു റൗണ്ടിൽ ഒരു ഗോൾഫ് കളിക്കാരന് പരമാവധി 14 ക്ലബ്ബുകൾ വരെ ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. ഗോൾഫ് കളിയിലെ ഒരു അടിസ്ഥാന നിയമമാണിത്. കളിക്കാർക്ക് ഒരു റൗണ്ടിൽ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ക്ലബ്ബുകളുടെ എണ്ണം 14 ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇത് കളിയുടെ തന്ത്രപരമായ വശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. പുരുഷന്മാരുടെ ഗോൾഫ് ലോകകപ്പ് ആരംഭിച്ചത് എപ്പോഴാണ്? അതിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? പുരുഷന്മാരുടെ ഗോൾഫ് ലോകകപ്പ് 1953-ൽ ആരംഭിച്ചു. യഥാർത്ഥത്തിൽ കാനഡ കപ്പ് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഗോൾഫ് ലോകകപ്പ് 1953-ൽ കാനഡ കപ്പ് എന്ന പേരിൽ ബ്രിട്ടീഷ് കോൺസുലർ സ്പോർട്സ് ജേർണലിസ്റ്റ് റോബർട്ട് ഹെറിംഗ് രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര ടീം ഗോൾഫ് ടൂർണമെന്റാണ്. ലോകത്തിലെ മികച്ച ഗോൾഫ് കളിക്കാർക്ക് അവരുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ ഇത് അവസരം നൽകുന്നു. ഗോൾഫിൽ ഗ്രാൻഡ് സ്ലാം എന്ന പദവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഗോൾഫ് കളിക്കാരൻ ആരായിരുന്നു? ഏത് നേട്ടത്തിനാണ് അദ്ദേഹത്തിന് ഈ വിശേഷണം ലഭിച്ചത്? 1930-ൽ 4 പ്രധാന ഗോൾഫ് ഇവന്റുകൾ അമേരിക്കൻ, ബ്രിട്ടീഷ് ഓപ്പൺ, അമേരിക്കൻ, ബ്രിട്ടീഷ് അമേച്വർ നേടിയതിലൂടെയാണ് ബോബി ജോൺസ് ഗ്രാൻഡ് സ്ലാം എന്ന പദവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഗോൾഫ് കളിക്കാരനായത്. ഗോൾഫ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച അമേച്വർ കളിക്കാരനായി കണക്കാക്കപ്പെടുന്ന ബോബി ജോൺസ് ഒരേ കലണ്ടർ വർഷത്തിൽ 4 പ്രധാന ചാമ്പ്യൻഷിപ്പുകൾ നേടിയ ആദ്യത്തെ വ്യക്തിയാണ്. ഇത് ഗോൾഫിലെ ഗ്രാൻഡ് സ്ലാം എന്നതിന്റെ ആദ്യകാല നിർവചനമായി കണക്കാക്കപ്പെടുന്നു. ആധുനിക ഗോൾഫിലെ ഗ്രാൻഡ് സ്ലാം എന്ന് കണക്കാക്കപ്പെടുന്ന 4 പ്രധാന ടൂർണമെന്റുകൾ ഏതെല്ലാമാണ്? ആധുനിക ഗോൾഫിലെ ഗ്രാൻഡ് സ്ലാം എന്ന് കണക്കാക്കപ്പെടുന്ന ടൂർണമെന്റുകൾ മാസ്റ്റേഴ്സ്, US ഓപ്പൺ, ഓപ്പൺ ചാമ്പ്യൻഷിപ്പ്, ബ്രിട്ടീഷ് ഓപ്പൺ, PGA ചാമ്പ്യൻഷിപ്പ് എന്നിവയാണ്. പുരുഷന്മാരുടെ പ്രൊഫഷണൽ ഗോൾഫിലെ 4 പ്രധാന ചാമ്പ്യൻഷിപ്പുകളാണ് മാസ്റ്റേഴ്സ്, US ഓപ്പൺ, ഓപ്പൺ ചാമ്പ്യൻഷിപ്പ്, PGA ചാമ്പ്യൻഷിപ്പ് എന്നിവ. ഈ 4 മത്സരങ്ങളും ഒരേ കലണ്ടർ വർഷത്തിൽ വിജയിക്കുന്നതിനെയാണ് ആധുനിക ഗോൾഫിൽ ഗ്രാൻഡ് സ്ലാം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ഗോൾഫ് കളിക്കാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. ബേസ്ബോൾ എന്ന കളി എവിടെ, എപ്പോഴാണ് വികസിപ്പിച്ചത്? 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അമേരിക്കൻ ഐക്യനാടുകളിലാണ് ബേസ്ബോൾ എന്ന കളി വികസിപ്പിച്ചത്. ഇംഗ്ലണ്ടിലെ റൗണ്ടേൽസ്, ക്രിക്കറ്റ് തുടങ്ങിയ ബാറ്റ് ബോൾ ഗെയിമുകളിൽ നിന്നാണ് ബേസ്ബോൾ രൂപപ്പെട്ടതെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഇത് ആധുനിക രൂപം കൈവരിച്ചു. അമേരിക്കയുടെ ദേശീയ വിനോദം ആയി ഇത് അറിയപ്പെടുന്നു. ആധുനിക ബേസ്ബോളിന്റെ നിയമങ്ങൾ രൂപീകരിക്കുകയും അതിന്റെ പിതാവായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത് ആരാണ്? അലക്സാണ്ടർ കാർട്ട്റൈറ്റ് 1845-ൽ കളിയുടെ നിയമങ്ങൾ രൂപീകരിക്കുകയും ആധുനിക ബേസ്ബോളിന്റെ പിതാവായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ന്യൂയോർക്ക് നിക്സർബോക്കേഴ്സ് ബേസ്ബോൾ ക്ലബിന്റെ സ്ഥാപക അംഗമായ അലക്സാണ്ടർ കാർട്ട്റൈറ്റ് കളിയുടെ അടിസ്ഥാന നിയമങ്ങൾ, പ്രത്യേകിച്ച് ഡയമണ്ട് ആകൃതിയിലുള്ള ഫീൽഡും 90 അടി ബേസുകളും നിർവചിച്ചു. ഈ നിയമങ്ങൾ ബേസ്ബോളിന്റെ ആധുനിക രൂപത്തിന് അടിത്തറ പാകി.